ഹായ്, ദക്ഷിണ ലേണിംഗിന്റെ തീം ബേസ്ഡ് അപ്രോച്ചിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ജോഗ്രഫിക്കൽ ബോഡീസ് ഇമ്പാക്റ്റഡ് ബൈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്തൊക്കെയായിരുന്നു? നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ് ഈ റീജിയനും ആർട്ടിക്കും ആയിരുന്നു നമ്മൾ കവർ ചെയ്തത്. അവിടെ ഏതൊക്കെ ജോഗ്രഫിക്കൽ ബോഡീസ് ആണ് ഇമ്പാക്റ്റഡ് ബൈ ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് നമ്മൾ നോക്കിയത്. എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ നോക്കാൻ പോകുന്ന ബാക്കി കോണ്ടിനെന്റ്സ് കവർ ചെയ്യും. അതോടൊപ്പം തന്നെ വേറെ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് സ്ട്രേറ്റ്സ് എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെങ്കിലും വാട്ടർ ബോഡീസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നോക്കും. ആൻഡ് ദെൻ വി കം ബാക്ക് ടു ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, എന്തൊക്കെയാണ് നമ്മൾ മിസ് ചെയ്തതെന്നുള്ള ഒന്നും കൂടെ പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യും. അപ്പം ഇന്നത്തെ ഇത് നമ്മൾ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. സോ നമുക്ക് ഇന്ന് ഏഷ്യൻ മാപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഏഷ്യയുടെ ഫിസിക്കൽ മാപ്പാണ്. ആദ്യം നമ്മൾ കുറച്ച് മാപ്പിംഗ് ആയിരിക്കും നോക്കുന്നത്, കാരണം എങ്കിൽ മാത്രമേ ഏതൊക്കെ ബോഡീസ് എവിടെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം നോക്കുന്നത് കുറച്ചധികം മാപ്സ് ആയിരിക്കും, ഏഷ്യയിലെ ജോഗ്രഫിക്കൽ മാപ്സ് ആയിരിക്കും ബേസിക്കലി ഇപ്പം നോക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ആഫ്രിക്കയിലോട്ട് പോകും, ആഫ്രിക്കയിലെ മാപ്പ് നോക്കും. ദെൻ വി ഗോ ടു അന്റാർട്ടിക്ക, അന്റാർട്ടിക്കയിലെ മാപ്പ് നോക്കും. ദെൻ വി ലുക്ക് ഇൻ ടു ദി ലാൻഡ് ഫോംസ് ഓഫ് വാട്ടർ ബോഡീസ് അഫക്റ്റഡ് ബൈ ദി ക്ലൈമറ്റ് ചേഞ്ച്. സോ നമുക്ക് ആദ്യം ഏഷ്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഏഷ്യയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് അനട്ടോലിയ പ്ലേറ്റോ കാണാം. അവിടെ നിന്ന് ഇഫ് യു ആർ ഇപ്പം മെഡിറ്ററേനിയൻ നിന്ന് നമ്മൾ അനട്ടോലിയ എത്തി. അനട്ടോലിയയിൽ നിന്ന് യു ക്യാൻ സി സാഗ്രസ് മൗണ്ടൻസ് ഇൻ ദി ഇറാൻ. ആൻഡ് ദെൻ നിങ്ങൾ അപ്പ് മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ സി അരൽസി. അരൽസി എന്ന് പറയുന്നത് ഖസാക്കിന്റെയും ഉസ്ബെക്കിസ്ഥാനും ബോർഡർ ചെയ്യുന്ന ഒരു കൊച്ച ലേക്കാണ് അരൽസി എന്ന് പറയുന്നത്. ദെൻ അത് രണ്ട് റിവർ സിസ്റ്റം ആണ് അതിനെ ഫീഡ് ചെയ്യുന്നത്. ഡരിയ റിവർ സിസ്റ്റം എന്ന് പറയും, അമൂൺ സിറും. ദെൻ നമ്മൾ കുറച്ചും കൂടെ മേലോട്ട് പോവുകയാണെങ്കിൽ വി ക്യാൻ സി ലേക്ക് ബൽക്കാഷ് ഇൻ ഹിയർ വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഇൻ ഖസാക്കിസ്ഥാൻ. ദെൻ വീണ്ടും നമ്മൾ മേലോട്ട് പോവുകയാണെങ്കിൽ യു ക്യാൻ സി അൾട്ടായി മൗണ്ടൻസ്. അൾട്ടായി മൗണ്ടൻസിൽ നിന്ന് അപ്പ് പോവുകയാണെങ്കിൽ ലേക്ക് ബൈക്കൽ കാണാം വിച്ച് ഈസ് ഇൻ റഷ്യ. ആൻഡ് സെൻട്രൽ സൈബീരിയൻ പ്ലേറ്റൂവിൽ എത്തും. സോ ഇതാണ് ഒരു റൂട്ട് ടു ഗോ ടു ദി സെൻട്രൽ ഏഷ്യൻ റീജിയൻ. അല്ല, നമ്മളിപ്പോ ഉസ്ബെക്കിസ്ഥാനിൽ അരൽസിയിൽ നിന്ന് എത്തി. അരൽസിയിൽ നിന്ന് താഴോട്ടാണ് പോകുന്നതെങ്കിൽ യു വിൽ സി ദി കിർഗിസ്ഥാൻ റീജിയൻ. ഇവിടെ തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ റീജിയൻ കാണാം. വേർ യു ഹാവ് ദി ഹിന്ദുക്കുഷ് മൗണ്ടൻ സിസ്റ്റം. ഹിന്ദുക്കുഷ് മൗണ്ടൻ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ പ്ലേറ്റ് ഓഫ് ടിബറ്റ് എത്തും. പ്ലേറ്റ് ഓഫ് ടിബറ്റിൽ നിന്ന് മേലോട്ട് പോവുകയാണെങ്കിൽ ഗോബി ഡെസേർട്ടും ആൻഡ് ദെൻ ടു മഞ്ചൂരിയൻ പ്ലേറ്റു. ആൻഡ് ഫ്രം ദർ യു ക്യാൻ എക്സിറ്റ് ഇൻ ടു ദി ജപ്പാൻ സീ ഓഫ് ജപ്പാൻ. സോ ഇതാണ് നമ്മുടെ ഏഷ്യയിലെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ദി ഇമ്പോർട്ടൻറ്റ് സീസ്, അതായത് കാരാസി അറിയണം എവിടെയാണെന്നുള്ളത്, ലാപ്ടോപ് സി എവിടെയാണെന്നുള്ളത് അറിയണം. ദെൻ പറഞ്ഞ പോലെ ബെറിംഗ് സി അറിയണം, കുറിൽ ഐലൻഡ്സ് അറിയണം, സീ ഓഫ് ജപ്പാൻ അറിയണം. താഴോട്ട് വന്നാൽ യെല്ലോ സി ഉണ്ട്. യെല്ലോ സിയിലാണ് എന്ത് വരുന്നത്, ഈസ്റ്റ് ചൈന സീ വരുന്നത്. ഈസ്റ്റ് ചൈന സീന്റെ താഴെയാണ് നമ്മുടെ ഏത് വരുന്നത്, സൗത്ത് ഈസ്റ്റ് ചൈന സീ വരുന്നത്. സോ ഇതാണ് അറിയേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സീസും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ലാൻഡ് ഫോംസും ഇൻ ഏഷ്യ. ദെൻ അടുത്തത് എടുക്കുകയാണെങ്കിൽ റിവർ സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. ഏഷ്യയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവർ സിസ്റ്റംസ് ഇവിടെ കാണാം. അമൂർ റിവർ സിസ്റ്റം കാണാം. ദെൻ യു ഹാവ് ദിസ് അമു ആൻഡ് ദരിയ റിവർ സിസ്റ്റം, സിർഫ് ദരിയ റിവർ സിസ്റ്റം ഇൻ ഹിയർ. ദെൻ യാങ്സി റിവർ സിസ്റ്റം കാണാം. യാങ്സി റിവർ സിസ്റ്റം അപ്പം എവിടെയാണ് ചെന്നെത്തുന്നത്, യെല്ലോ സിയിലാണ് എത്തുന്നത്. യെല്ലോ സി ഇസ് പാർട്ട് ഓഫ് ദി ഈസ്റ്റ് ചൈന സീ. സോ ഇത് ഈസ്റ്റ് ചൈന സീ ആണ്. ദെൻ യു ഹാവ് ദി മേക്കോങ് റിവർ സിസ്റ്റം വിച്ച് ഇസ് ഡ്രെയിനിങ് ഇൻ ടു സൗത്ത് ചൈന സീ. സോ സൗത്ത് ചൈന സീ ആണ് ഇവിടെ വരുന്നത്. ദെൻ യു ഹാവ് ദിസ് സൽവീൻ റിവർ സിസ്റ്റം ആൻഡ് ദി ഇറാവാഡി റിവർ സിസ്റ്റം. ഇത് രണ്ടും എത്തുന്നത് എവിടെയാണ്, ആൻഡമാൻ ഒരു ഏരിയയിലോട്ടാണ് ഇത് രണ്ടും ഡ്രെയിൻ ചെയ്യുന്നത്. സോ ഇത്രയാണ് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏഷ്യയിലെ റിവർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് സൗദി അറേബ്യ വരുന്നു, നമ്മുടെ അറേബ്യൻ പെനിൻസുല വരുന്ന പ്ലേറ്റു കാണാം. ഇവിടെ നിങ്ങൾക്ക് റുബ് അൽ ഖാലി ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഹിയർ. റെഡ് സീ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us. പേർഷ്യൻ ഗൾഫ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ വി ഹാവ് ദിസ് തുർക്കിയിലാണ് നമ്മൾ ലേക്ക് വാൻ ഉണ്ട്, അതുപോലെ ലേക്ക് വാൻ ഇവിടെ വരുന്നു. പിന്നെ ഇറാനിൽ നമുക്ക് ലേക്ക് ഉർമിയ ഉണ്ട്. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കവർ ചെയ്യാൻ പോകുന്ന ലേക്ക് സിസ്റ്റംസ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കാസ്പിയൻ സീയിൽ നിന്നാണ്. കാസ്പിയൻ സീ നോക്കുകയാണെങ്കിൽ യു കുഡ് സി കാസ്പിയൻ സീയിൽ രണ്ട് റിവർ സിസ്റ്റമാണ് ഡ്രെയിൻ ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ വോൾഗയും രണ്ടാമത് യുറാൽ റിവറും ആണ് ഡ്രെയിൻ ചെയ്യുന്നത്. യുറാൽ മൗണ്ടൻസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന യുറാൽ റിവറും പിന്നെ വോൾഗ റിവറും ആണ് എന്തിലോട്ട് ഡ്രെയിൻ ചെയ്യുന്നത്, കാസ്പിയൻ സീയിലോട്ട് ഡ്രെയിൻ ചെയ്യുന്നത്. ആൻഡ് കാസ്പിയൻ സീ ഇസ് ഡ്രൈ കാണാൻ പറ്റും, കാരണം ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് സോൾട്ട് ഡെപ്പോസിറ്റ്സ് ആണ്. സോ ഇറ്റ്സ് ഡ്രൈയിങ്. ആൻഡ് ഇതൊരു കാസ്പിയൻ സീ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി ഫ്രഷ് വാട്ടർ ലേക്ക് അല്ല, കാരണം ഇത് വേറൊരു രീതിയിലോട്ടും എന്ത് ചെയ്യുന്നില്ല, ഡ്രെയിൻ ചെയ്യുന്നില്ല. ആൻഡ് ഇതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് അരാൽസി കാണാം. അരാൽസിയും ഡ്രൈ ചെയ്യുകയാണ്, കാരണം
അഡാൾസി ഡ്രൈ ചെയ്യുന്നതിന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് റീസൺസ് പറഞ്ഞ 2 റിവർ സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നതിന് ഫീഡ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് അമുദരിയ റിവർ സിസ്റ്റവും 2 എന്ന് പറയുന്നത് സിർദരിയ റിവർ സിസ്റ്റവും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 റിവർ സിസ്റ്റവും ഡ്രൈ ആകുന്നത് അതിനെ ഡൈവേർട്ട് ചെയ്ത് വേറെ പല യൂസിനും യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് പറ്റിയത്, അഡാൾസി ഡ്രൈ ആകാനുള്ള കാരണമായത്. സോ എന്താണ് കാരണം? ഒന്നെന്ന് പറഞ്ഞാൽ അമുദരിയ റിവർ സിസ്റ്റം ഒഴുകുന്നത് ഹിന്ദുക്കുഷ് മൗണ്ടൻ സിസ്റ്റത്തിൽ നിന്ന് ഒഴുകി കാരക്കം ഡെസേർട്ട് വഴിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. ഈ കാരക്കം ഡെസേർട്ടില് തുർക്ക്മെനിസ്ഥാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കാരാക്കും കനാൽ ഒരു ഡാം പണിയുന്നുണ്ട്. ഈ ഡാം കാരണം എന്താണ്, വാട്ടർ ഫ്ലോ ഡിസ്ട്രപ്റ്റ് ആവുന്നുണ്ട്. സോ അതൊരു റീസൺ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ 1960s തൊട്ട് തന്നെ സോവിയറ്റ് യൂണിയന്റെ കൺട്രോളിലായിരുന്നു ഈ സെൻട്രൽ ഏഷ്യൻ റീജിയൻസ്. സോ 1960s ടൈമിൽ തന്നെ ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ വാട്ടർ വാസ് ഡൈവേർട്ടിംഗ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസ്. ഈ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയിട്ട് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഡൈവേർട്ട് ചെയ്യുന്നത് കാരണം തന്നെ അഡാൾസി ആ ഒരു സമയത്ത് തന്നെ ഡ്രൈ ആകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ വന്നിട്ടുള്ള കാരാക്കും കനാൽ ഡാമും കൂടെ ആയപ്പോഴത്തേക്കും എന്തായത്, കംപ്ലീറ്റ്ലി ഡ്രൈയിങ് അപ്പ് സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ട്. ദെൻ യു ഹാവ് ദിസ് സിർദരിയ റിവർ സിസ്റ്റം. ആൻഡ് സിർദരിയ റിവർ സിസ്റ്റവും വാട്ടർ ഡൈവേർട്ട് ചെയ്യാണ് മെയിൻലി ഫോർ അഗ്രികൾച്ചർ. കാരണം ഈ ഒരു റീജിയൻ ഇസ് ഫേമസ് ഫോർ കോട്ടൺ കൾട്ടിവേഷൻ. കോട്ടൺ കൾട്ടിവേഷന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണിത്. സോ ഈ വാട്ടർ ഇസ് യൂസ്ഡ് ഫോർ ദി അഗ്രികൾച്ചർ പർപ്പസ്. ബേസിക്കലി കോട്ടൺ കൾട്ടിവേഷനിൽ യൂസ് ചെയ്യുന്നത് കാരണവും എന്താണ്, അഡാൾസി ഇസ് ഡ്രൈ. സോ അഡാൾസി എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാന്റെയും കസാഖിസ്ഥാന്റെയും ഇടയിൽ വരുന്നതാണ്. ആൻഡ് ഇറ്റ്സ് എ ബ്രാക്കിഷ് ലീക്ക്. വേറൊരു കാര്യമുള്ളത്, കസാഖിസ്ഥാനില് ഞാൻ പറഞ്ഞു സിർദരി എന്തിനാണെന്നുള്ളതും. അമുദരിയ ഇസ് കൺസ്ട്രക്ഷൻ ഓഫ് കാരക്കും ഡെസേർട്ട് ഇൻ തുർക്ക്മെനിസ്ഥാൻ. ആൻഡ് ഇതാണ് 2 മാപ്പ് which shows how much it is drying. It's completely drying and it's turning into a desert. അതിപ്പോ കസാഖിസ്ഥാൻ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഫോറസ്റ്റ് പ്ലാൻ ചെയ്യാന്നുള്ളത്. സോ ദാറ്റ് ലാൻഡ് ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ എന്ത് ചെയ്യുക, ഹോൾട്ട് ചെയ്ത് റിവേഴ്സ് ചെയ്യുക എന്നുള്ള ഒരു എയിമോട് കൂടി ഫോറസ്റ്റുകൾ അല്ലെങ്കിൽ ചെടികൾ വച്ച് പിടിപ്പിക്കാം എന്നൊരു തീരുമാനം കസാഖിസ്ഥാൻ എടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് വാട്ട് ദ കൺസർവേഷൻ പ്ലാൻ ഈസ് അബൌട്ട് ആൻഡ് ദിസ് ഈസ് വാട്ട് അഡാൾസി ഈസ് അബൌട്ട്. Then you have this next one is about Darwaza gas crater. ഈ Darwaza gas crater എന്ന വേറൊരു പേരാണ് ഡോ ടു ഹെൽ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഏകദേശം സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. സോവിയറ്റ് യൂണിയൻ 1960s ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നാച്ചുറൽ ഗ്യാസ്, അതായത് ബേസിക്കലി മീഥേന്റെ റിസർവ് കണ്ടുപിടിക്കും. സോ നാച്ചുറൽ ഗ്യാസ് റിസർവ് കണ്ടുപിടിക്കുകയും ഇവർ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഡ്രില്ലിംഗ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഈ ഡ്രില്ലിംഗ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഇവർക്ക് മനസ്സിലാവുന്ന അണ്ടർഗ്രൗണ്ട് ഒരു കേവേൺ ആയിരുന്നു എന്നുള്ളതും. ഈ കേവേൺ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഹോളോ കേവ് എന്ന് പറയാം നമുക്ക്. ഈ കേവേൺ കൊളാപ്സ് ചെയ്തിട്ട് സിങ്ക് ഹോൾ ആയിട്ട് മാറുന്നത് കണ്ടോ, ഇത് കംപ്ലീറ്റ്ലി കൊളാപ്സ് ആവുന്നത്. ഇത് പെട്ടെന്ന് അങ്ങ് കൊളാപ്സ് ആയപ്പോഴത്തേക്കും ലാർജ് എമൗണ്ട് ഓഫ് മീത്തേൻ വാസ് എമിറ്റഡ്. ഈ മീത്തേൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആയിരുന്നു. അപ്പം അതിന്റെ ഈ ഒരു എമർജൻസി ഇത് റൈസിങ് അപ്പ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ സോവിയറ്റ് യൂണിയനിലെ സയന്റിസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്കത് തീ ഇടാം. സോ ദാറ്റ് എന്ത് ചെയ്ത് ഫയർ ആയി ബേൺ ആയിട്ട് ഇത് കംപ്ലീറ്റ്ലി നിൽക്കും എന്നുള്ളത്. പക്ഷെ അവർ അന്ന് തീയിട്ടതാണ്, അത് ഏകദേശം ഇന്നും അത് എന്തായിട്ടില്ല, അണഞ്ഞിട്ടില്ല. സോ അന്ന് തീയിട്ടത് കൊണ്ടാണ് ഇപ്പോഴും അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡോ ടു ഹെൽ. ആൻഡ് ദിസ് Darwaza gas crater is in Karakum Desert, Turkmenistan. Karakum Desert എവിടെയാണ് നമ്മൾ കാണിച്ചു തന്നായിരുന്നു. ഇവിടെയാണ് എന്ത് വരുന്നത്, കാരക്കും ഡെസേർട്ട് വരുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലാണ് എന്ത് വരുന്നത്, കാരക്കും ഡെസേർട്ട് വരുന്നത്. അവിടെയാണ് എന്തുള്ളത്, Darwaza the gas crater ഉള്ളത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബട്ടകൈഗ ക്രേറ്റർ ആണ്. ബട്ടകൈഗ ക്രേറ്റർ വരുന്നത് കംപ്ലീറ്റ്ലി ഇൻ റഷ്യ ആണ്. അതൊരു സൈബീരിയയിലെ പെർമാഫോസ്റ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. സൈബീരിയ എന്ന് പറയുന്നത് തന്നെ ഐസ് കൊണ്ട് മൂടിക്കിടക്കുന്ന ഒരു റീജിയൻ ആണ്. ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഐസ് തോ ചെയ്യാൻ തുടങ്ങി ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഐസ് പെർമാഫോസ്റ്റ് ക്രേറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങി, തോസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഐസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്ത് പറ്റി, ഒരുമാതിരി ഇതൊരു ചോക്ലേറ്റ് ഐസ്ക്രീം പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും കാണുമ്പോൾ. ഇത് ആക്ച്വലി ഐസ് മെൽറ്റ് ചെയ്തിട്ട് മഡും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടൊരു സ്ലംപ് ആയിട്ട് ഫോം ചെയ്യും. ഈ സ്ലംപ് എന്തായിട്ട് സിങ്ക് ഹോൾ ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. സോ ഇതൊരു പെർമാഫോസ്റ്റ് തോസ് കോസിങ് എ മെഗാ സ്ലംപ്. സോ ഇത് ഒരു മെഗാ സ്ലംപ് ക്രിയേറ്റ് ആവുന്നുണ്ട് ഇവിടെ ഈ ഒരു റീജിയനിൽ. ആൻഡ് ഇത് കാരണം ബട്ടകൈഗ വാസ് ഇൻ ന്യൂസ്. ഇതാണ് മെഗാ സ്ലംപ് എന്ന് പറയുമ്പോൾ തന്നെ ദ ലാർജസ്റ്റ് പെർമാഫോസ്റ്റ് തോ ആണ് ഇവിടെ നടക്കുന്നത്, നമ്മുടെ ബട്ടകൈഗ ക്രേറ്ററിൽ നടക്കുന്നത്, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഇൻ റഷ്യ. ആൻഡ് ഈ തോ നടക്കുന്നതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ഹ്യൂമന്റെ ക്ലൈമറ്റ് ആക്ടിവിറ്റീസ് കോസസ് ആണ് പറയുന്നത്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1971 അപ്രോക്സിമേറ്റ്ലി. ആൻഡ് ആ സമയത്ത് തുടങ്ങിയത് തൊട്ട് ഇപ്പോഴും അത് കൂടിയാണ് വരുന്നത്. സോ ബട്ടകൈഗ ക്രേറ്ററിനെ നമ്മൾ പറയുന്നത് എന്താണ്, ഗേറ്റ് വേ ടു ഹെൽ. മറ്റത് ഡോ വേ ടു ഹെൽ ആണെങ്കിൽ ദിസ് ഇസ് കോൾഡ് ആസ് ദി ഗേറ്റ് വേ ടു ഹെൽ. ആൻഡ് ഇറ്റ് ഈസ് ഗ്രോയിങ് അറ്റ് ആൻ അലാർമിംഗ് റേറ്റ്.
ഈ ഒരു പടം കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ യു കൻ സീ വേരിയസ് പിക്ചേഴ്സ് ഓഫ് ദിസ് ബെറ്റാക്കോഗ ക്രേറ്റർ. So then you have the important lakes, Lake Baikal and Lake Balkash, both of which is very important as of UPSC. So Lake Baikal എന്ന് പറയുന്നത് റഷ്യയിലുള്ള ഒരു ലേക്കാണ്, ആൻഡ് ലേക്ക് ബൽക്കാഷ് ഇസ് ഇൻ കസാഖിസ്ഥാൻ. സോ ബൈക്കൽ റഷ്യയിലുള്ള ലേക്ക് ഇസ് ഫെഡ് ബൈ ദി അങ്കാര റിവർ സിസ്റ്റം. നമ്മൾ ഏഷ്യയിലെ മാപ്പ് എടുക്കുകയാണെങ്കിൽ you could see Lake Baikal in here, അല്ലേ? Lake Baikal ഇവിടെ കാണാം, and you can see Ankara river system here. നോക്കുക, ലേക്ക് ബൈക്കൽ ഇവിടെയും കാണാം, ഇവിടെ നിങ്ങൾക്ക് അങ്കാര റിവർ സിസ്റ്റം കാണാം. സോ ലേക്ക് ബൈക്കൽ ഈസ് ബേസിക്കലി ഫെഡ് ബൈ വാട്ട്? അങ്കാര റിവർ സിസ്റ്റം. സോ അങ്കാര റിവർ സിസ്റ്റം ഫെഡ് ചെയ്യുന്ന ഒരു ലേക്കാണ് എന്ത്? ലേക്ക് ബൈക്കൽ എന്ന് പറഞ്ഞാൽ. ആൻഡ് ലേക്ക് ബൈക്കലില് ബൈക്കൽ സീൽ കാണാം നിങ്ങൾക്ക്, വിച്ച് ഇസ് ദി ഓൺലി ഫ്രഷ് വാട്ടർ സീൽ ദാറ്റ് ഇസ് എക്സിസ്റ്റിംഗ് ഇൻ ദി വേൾഡ് നൗ. ഫ്രഷ് വാട്ടർ സീൽ ആകെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു സീലാണ് എന്ത്? നമ്മുടെ ലേക്ക് ബൈക്കലിലുള്ള ബൈക്കൽ സീ, അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേര് പറയും വിച്ച് ഇസ് നർപ്പ. നർപ്പ എന്ന് പറഞ്ഞാൽ പറയാറുണ്ട്. ആൻഡ് this is the world's largest freshwater lake by volume, and it's also the oldest. And idum endu cheyyunnunde climate change kaanam affect avunnunde, and water is rising in that particular region. അതുകൊണ്ട് അത് ന്യൂസിൽ വരുന്നുണ്ട്. Then you have Lake Balkash, which is completely in Kazakhstan. Lake Balkash വരുന്നത് സെൻട്രൽ ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ലേക്ക് ആയിട്ട് നമ്മൾ പറയുന്നത് ലേക്ക് ബൽക്കാഷിനെയാണ്. ഒരു കംപ്ലീറ്റ്ലി ഫ്രഷ് വാട്ടർ ലേക്ക് ആണോന്നോ സോൾട്ട് വാട്ടർ ലേക്ക് ആണോന്നോ പറയാൻ പറ്റില്ല, കാരണം ഇവിടെ പറയുന്നുണ്ട് ഇറ്റ്സ് ഫ്രഷ് വാട്ടർ ഇൻ ദി വെസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഇൻ ദി സോൾട്ട് വാട്ടർ ഇൻ ദി ഈസ്റ്റ്. സോ ലേക്ക് ബൽക്കാഷ്, വിച്ച് ഇസ് ദി ലാർജസ്റ്റ് ലേക്ക് ഇൻ സെൻട്രൽ ഏഷ്യ ഇൻ കസാഖിസ്ഥാൻ. Then you have the ഒരു ന്യൂസ് പേപ്പർ ഹെഡിങ് ആണിത്. അമുർ ടൈഗേഴ്സ് റിട്ടേൺസ് ടു കസാഖിസ്ഥാൻ വേർ ദെയർ കസിൻസ് ദി കാസ്പിയൻ ടൈഗേഴ്സ് വൺസ് ഫ്രോം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യാറ്റിക് ചീറ്റയില് റീഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ കൂനോ നാഷണൽ പാർക്കില്, അതുപോലെ തന്നെ നമ്മുടെ കാസ്പിയൻ സീയില് ഉണ്ടായിരുന്ന ഒരു ടൈഗർ ആയിരുന്നു കാസ്പിയൻ ടൈഗർ, വിച്ച് ഇസ് എക്സ്റ്റിൻക്ട് റൈറ്റ് നൗ. സോ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടേക്ക് അമുർ ടൈഗേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അമുർ ടൈഗർ എവിടെ ആയിരിക്കും വരുന്നത്? അമുർ റീജിയനിലാണ് വരുന്നത്. അമുർ ടൈഗറിന് വേറൊരു പേരും പറയാറുണ്ട്, സൈബീരിയൻ ടൈഗേഴ്സ്. സോ ഈ ടൈഗേഴ്സിനെ എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്? കാസ്പിയൻ സീന്റെ നിയർ ബൈ ഏരിയാസിലോട്ട് റീഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് റീഇൻട്രൊഡ്യൂസ്ഡ് ടു കസാഖിസ്ഥാൻ. കസാഖിസ്ഥാനിലോട്ടാണ് ഇത് റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, which is similar to the ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ ചീറ്റ ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം പോലെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സൈബീരിയൻ ടൈഗർ IUCN സ്റ്റാറ്റസ് ഇസ് endangered. Now you have this Kazakhstan is signing a peace agreement on preserving Lake Balkash at the One Water Summit. So ഞാൻ പറഞ്ഞു ലേക്ക് ബൽക്കാഷ് കസാഖിസ്ഥാനിലാണ്, ജസ്റ്റ് ലാർജസ്റ്റ് ലേക്ക് ഇൻ സെൻട്രൽ ഏഷ്യ എന്നും പറഞ്ഞു. ആൻഡ് ഇറ്റ്സ് ഹാവ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ദി ഹ്യൂമൻസിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്രികൾച്ചർ പർപ്പസിനായാലും ഇൻഡസ്ട്രിയൽ പർപ്പസിനായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലേക്കാണിത്. സോ ഫ്രാൻസ് അഗ്രി ചെയ്തു. വൺ വാട്ടർ സബ്മിറ്റ് വാസ് ബിറ്റ്വീൻ ഫ്രാൻസ് ആൻഡ് കസാഖിസ്ഥാൻ. സോ ഫ്രാൻസ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, വി വിൽ have a study on the ലേക്കിനെ കുറിച്ച് നമുക്ക് നല്ലൊരു സ്റ്റഡി നടത്തിയിട്ട് we will present you a master plan regarding how to conserve and sustainably manage the lake and a long term master plan until 2040 വരെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരു മാസ്റ്റർ പ്ലാൻ സബ്മിറ്റ് ചെയ്യാം. ആൻഡ് they also agreed to have a climate finance, ഒരു ഫൈനാൻസ് കൊടുക്കാം ഏകദേശം 1.35 million euros, അതായത് which is equivalent to $1.42 million കൊടുക്കാം, കസാഖിസ്ഥാന് കൊടുക്കാം, so that you could maintain the lake in a sustainable manner. So that was what happened between Kazakhstan and France at the One Water Summit. ഇത് ഡിസംബറിലാണ് നടന്നത്, റീസെന്റ് ഇവന്റ് ആണ് ഈ നടന്നിരിക്കുന്നത്. Then you have Caspian Sea. So Caspian Sea നമ്മൾ പറഞ്ഞു വേൾഡ്സ് ലാർജസ്റ്റ് ലേക്ക് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു അതൊരു കംപ്ലീറ്റ്ലി ഫ്രഷ് വാട്ടർ ലേക്ക് അല്ല. കാരണം പറഞ്ഞ എന്താണ്, കാസ്പിയൻ സീ എടുക്കുകയാണെങ്കിൽ യു കുഡ് സീ കാസ്പിയൻ സീ, ഇതാണ് കാസ്പിയൻ സീ എങ്കിൽ രണ്ട് റിവേഴ്സ് ആണ് അതിനെ ബേസിക്കലി ഫീഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്, യുറാൽ റിവറും ഫീഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ദ നെക്സ്റ്റ് വൺ വാസ് വോൾഗ റിവർ. അപ്പം ഇത് രണ്ടും മാത്രമേ ഇവിടെ ഫീഡ് ചെയ്യുന്നുള്ളൂ. സോ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഒരു ഫ്രഷ് വാട്ടറും ഇവിടെ ഒരു സോൾട്ട് വാട്ടറും കണ്ടന്റും ആയിട്ട് എവിടെ ഇരിക്കുന്നത്, നമ്മുടെ കാസ്പിയൻ സീയിൽ നിൽക്കുന്നത്. ബിക്കോസ് ഇതൊരു എൻഡോഹിക് ലേക്ക് ആണ്, അതായത് ഔട്ട്ലെറ്റ് ഒന്നും ഇല്ല ടു ദി സീ. ആൻഡ് യു ഹാവ് സീൻ സോൾട്ട് ഡെപ്പോസിറ്റ്സ് ഓൾസോ, അല്ലെ? സോ ഈ ബോർഡറിങ് കൺട്രീസ് ഒന്ന് അറിഞ്ഞിരിക്കുക. കാസ്പിയൻ സീന്റെ താരിഖ് എന്ന് പറയും. സോ ഇതാണ് നമ്മുടെ കാസ്പിയൻ സീ എങ്കിൽ താരിഖ് എന്ന് പറഞ്ഞാൽ തുർക്ക്മെനിസ്ഥാൻ വരും. ദെൻ A for അസർബൈജാൻ, R റഷ്യ, I ഇറാൻ, K for കസാഖിസ്ഥാനും വരും. സോ താരിഖ് എന്നുള്ളൊരു ഷോർട്ട് ഫോം ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലതായിരിക്കും. ദെൻ
working together for the resilience of the Caspian Sea. The Caspian Sea, the largest enclosed body of water, is under the siege from triple planetary crisis. So എന്താണ് ഈ ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിസ്? ആദ്യത്തെ ക്രൈസിസ് പറഞ്ഞിട്ടുണ്ട്, ദി ക്രൈസിസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. സോ 3 ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിൽ 3 ക്രൈസിസ് ആണ് വരുന്നത്. ആൻഡ് കാസ്പിയൻ സീ അണ്ടർ ദി സീജ് ഓഫ് ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിസ്. സോ ആദ്യത്തെ ക്രൈസിസ് എന്താ? ക്രൈസിസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. രണ്ടാമത്തേത് ക്രൈസിസ് ഓഫ് നാച്ചർ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറയും. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ക്രൈസിസ് ഓഫ് പൊല്യൂഷൻ അല്ലെങ്കിൽ വേസ്റ്റ് എന്ന് പറയും. സോ ഈ 3 ക്രൈസിസ് ആണ് എന്ത് നേരിടുന്നത്? കാസ്പിയൻ സീ നേരിടുന്നത്. സോ ബേസിക്കലി ഹ്യൂമൻസിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ആ കാസ്പിയൻ സീ അനുഭവിക്കുന്നുണ്ട്. ആൻഡ് ബോർഡറിംഗ് കൺട്രീസ് ഓർത്ത് വയ്ക്കുക. ആൻഡ് ദി only mammal that live in the Caspian Sea is the Caspian seal. So ലേക്ക് ബൈക്കിൾ വന്നപ്പോൾ നമ്മൾ ബൈക്കിൾ സീൽ പറഞ്ഞു അല്ലെങ്കിൽ നെർപ്പ പറഞ്ഞു, which is the only freshwater mammal, freshwater seal. And Caspian seal എന്ന് പറയുന്നതാണ് it is the only mammal that live in the Caspian Sea. Now we have Lake Urmia. ലേക്ക് ഉർമിയ എവിടെയാണ് വരുന്നത്? ലേക്ക് ഉർമിയ വരുന്നത് ഇറാനിലാണ്. അറാൽ സീ പോലെ തന്നെ ലേക്ക് ഉർമിയും എന്താണ്? ഡ്രൈയിങ് അപ്പ് സിറ്റുവേഷൻ ആണ്. നിങ്ങൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഏപ്രിൽ 23, 2016 ഒരു മാപ്പ് നമ്മൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂലൈ 18, 2016 വേറൊരു മാപ്പും നമ്മൾ തന്നിട്ടുണ്ട്. 2 മാസത്തെ ഇടവേളയിൽ പച്ചയിൽ നിന്ന് ഇതെന്തായി? ഗ്രീൻ കളറായിട്ട് മാറിയിട്ടുണ്ട്. സോ വൈ ഇറ്റ് ടേൺ ടു റെഡ്, ഫ്രം റെഡ് ടു ഗ്രീൻ? പറയുന്നത് ലേക്ക് ഉർമിയിൽ നിങ്ങൾക്ക് ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു വൈറ്റ് കളർ ഡെപ്പോസിറ്റ്സ് കാണാം, വിച്ച് ആർ സോൾട്ട് ഡെപ്പോസിറ്റ്സ്. സോ ഇതൊക്കെ എന്താണ്? സോൾട്ട് ഡെപ്പോസിറ്റ്സ് ആണ്. സോ അതിന്റെ അർത്ഥം എന്താണ്? ദ ലാൻഡ്, ദ വാട്ടർ ഈസ് ഡ്രൈ. വാട്ടർ ഡ്രൈ ആവുമ്പോഴത്തേക്കും water is become drier and drier. അത് കാരണം അത് സോൾട്ടിയർ ആയിട്ട് മാറുന്നുണ്ട്. സോ ദ മോർ സോൾട്ടിയർ ദി ലേക്ക് ബിക്കംസ്, അവിടെ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഇതിന്റെ അകത്തുള്ള ഒരു മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ഉണ്ട്, വിച്ച് വി കോൾ ഇറ്റ് ആസ് ദി ലുനാലീല സലൈന. ഈ ഒരു മൈക്രോസ്കോപ്പിക് ഓർഗാനിസം എന്ത് ചെയ്യുന്നു വെച്ചാൽ ബീറ്റാ കരോട്ടിനോയിഡ് ഇതിന്റെ പ്രൊട്ടക്റ്റീവ് ഔട്ടർ ഷെല്ലിലുണ്ട്. പ്രൊട്ടക്റ്റീവ് ഫോമിലാവുമ്പോഴത്തേക്കും ഇത് റിലീസ് ചെയ്യാൻ തുടങ്ങും. സോ അത് റിലീസ് ചെയ്യുന്നത് കാരണമാണ്, ഈ ബീറ്റാ കരോട്ടിനോയിഡ് റിലീസ് ചെയ്യുന്നത് കാരണമാണ് എന്ത് കളറാകുന്നത്? നമ്മുടെ ഈ ലേക്ക് ഉർമിയ റെഡ് കളറിൽ ആയി മാറുന്നത്. സോ Lake Urmia is the saltiest lake of Iran, and it is shrinking rapidly. And as the lake is growing smaller, it is becoming saltier. Saltier ആവുമ്പോഴത്തേക്കും it is turning from a green to a reddish brown color. So that is Lake Urmia. So നമ്മൾ എന്തൊക്കെ ലേക്ക് ചെയ്തു? ലേക്ക് ബൈക്കിൾ പറഞ്ഞു, ലേക്ക് ബൽക്കാഷ് പറഞ്ഞു, ലേക്ക് ഉർമിയ പറഞ്ഞു. തുർക്കി നോക്കിയ സമയത്ത് നമ്മൾ ലേക്ക് വാൻ പറഞ്ഞായിരുന്നു. Then we discussed about Caspian Sea. Now next we will discuss about Dead Sea. So നമ്മളിപ്പോൾ പോകുന്നത് വെസ്റ്റ് ഏഷ്യൻ റീജിയനിലോട്ടാണ്, നമ്മുടെ സൗദി അറേബ്യൻ പ്ലേറ്റും അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. സോ ഡെഡ് സീ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡെഡ് സീ 2 റീസൺ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് ക്ലൈമറ്റ് ചേഞ്ചിന്റെ റീസൺ, 2 ഡെഡ് സീസ് ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ് സിനാരിയോയിൽ ഒത്ത നടുക്ക് നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഡെഡ് സീ എന്ന് പറയുന്നത്. ഡെഡ് സീ ഇസ് നോൺ ആസ് ദി ലോവസ്റ്റ് പോയിന്റ് ഓൺ ദി എർത്ത് സർഫസ്. ഡെഡ് സീ ആണ് എർത്തിലെ ലോവസ്റ്റ് പോയിന്റ് എന്ന് അറിയുന്നത്. ആൻഡ് ഡെഡ് സീ ഇസ് ബേസിക്കലി ഫെഡ് ബൈ ദി ജോർദൻ റിവർ. ജോർദൻ റിവർ ഇസ് ആക്ട് ആസ് എ ബോർഡർ ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ജോർദൻ. സോ ജോർദൻ ആണ് ഇതിന്റെ മെയിൻ ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ. ആൻഡ് ഡെഡ് സീ എന്താണ്? ഒരു എൻഡോഹിക് ലേക്ക് ആണ്, കാരണം ഇതിനൊരു ഔട്ട്ലെറ്റ് ഇല്ല, ടു ദി സീ ഔട്ട്ലെറ്റ് ഇല്ല. സോ എന്താണ്? ഭയങ്കര സോൾട്ടിയർ ആയിരിക്കും. ആൻഡ് അതിന്റെ ക്ലൈമാറ്റിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഭയങ്കര സോൾട്ടിയർ ആയിട്ടുള്ള വാട്ടറിന് ഉറവിടം നൽകുന്ന ഒരു സംഭവമാണ്, ഉറവിടം നൽകുന്ന ഒരു ഏരിയ ആണ് ഇത് ഡെഡ് സീ എന്ന് പറയുന്നത്. So ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് നോക്കാം. ഡെഡ് സീ ആൻ എക്കോളജിക്കൽ ഡിസാസ്റ്റർ ബട്ട് നോ വൺ ക്യാൻ അഗ്രി ഹൗ ടു ഫിക്സ് ഇറ്റ്. ഓഫ് കോഴ്സ് റീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം ദ റീജിയൻ ഇസ് അണ്ടർ ഇറ്റ്സെൽഫ് ഇസ് ഇൻ എ കോൺഫ്ലിക്റ്റഡ് ഏരിയ. സോ ആ റീജിയനിൽ വാറും മൈഗ്രേഷനും ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും നേരിടുന്ന ഒരു ഏരിയയിൽ, എക്കണോമിക് ക്രൈസിസും ഒക്കെ നേരിടുന്ന ഒരു ഏരിയയിൽ എക്കോളജിക്കൽ matter will be the least priority one. So Dead Sea, an ecological disaster but no one can agree how to fix it, is a very apt headline for this particular area. Anyway, coming back, ഡെഡ് സീയിൽ എന്ത് പറ്റുന്നു വെച്ചാൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിങ്ക് ഹോൾസ് ഫോം ചെയ്യുന്നു. ഡെഡ് സീ വാസ് വൺസ് എ വെരി പോപ്പുലർ ടൂറിസ്റ്റ് അട്രാക്ഷൻ. പക്ഷെ പിന്നീട് ഇപ്പോൾ ടൂറിസ്റ്റിനെ ഒന്നും അലോ ചെയ്യുന്നില്ല. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ വാർ സിറ്റുവേഷൻ കാരണം. 2, ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്. എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് കാരണം പറ്റിയത്? ഡെഡ് സീയിൽ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ സിങ്ക് ഹോൾസ് ഫോം ചെയ്യാം. വാട്ടർ റിസീഡ് ചെയ്തിട്ട് എന്താണ്? വാട്ടർ റിസീഡ് ചെയ്തിട്ട് അവിടെയുള്ള സോൾട്ട് കണ്ടന്റ് എന്താണ്? സ്വീപ്പ് ചെയ്ത് താഴോട്ട് ഗ്രൗണ്ട് വാട്ടറിലോട്ട് പോവാണ്. അപ്പം ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് അവിടെ എന്ത് പറ്റുന്നു? അവിടെ കൊളാപ്സ് ആയിട്ട് സിങ്ക് ഹോൾസ് ഫോം ചെയ്യാൻ. ഈ സിങ്ക് ഹോൾസ് കാരണം ഈ ടൂറിസ്റ്റിന് അട്രാക്ഷൻ ആയിട്ട് ഇതിപ്പോ ക്ലോസ് ചെയ്തേക്കാൻ. സോ ഡെഡ് സീ ഇസ് നോട്ട് നൗ അവൈലബിൾ ഫോർ ദി ടൂറിസ്റ്റ്. അതാണ് ഇവിടെ നടക്കുന്നത്. ഇറ്റ് ഈസ് അബാൻഡൻഡ് ഡ്യൂ ടു ഡേഞ്ചറസ് സിങ്ക് ഹോൾസ് ആൻഡ് ദി റിസീഡിംഗ് ഷോർ ലൈൻസ്, ആൻഡ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ജോർദൻ ആൻഡ് ഈസ് ക്രൂഷ്യൽ ടു അഡ്രസ്സിംഗ് ദി എക്കോളജിക്കൽ ഡിസാസ്റ്റർ. ദെൻ യു ഹാവ് ഈ പെർട്ടിക്കുലർ ഹൈലൈറ്റഡ് ഏരിയ നോക്കുക.
highly salt water are rapidly retreating due to industrial use and climate change. Due to the appearance of dangerous rule, the beach has been closed to the public for the past 5 years. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഫോർ ടൂറിസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് മെയിൻ ആയിട്ട് ജോർദൻ റിവർ ആണ് ഇതിനെ ഫീഡ് ചെയ്യുന്നത്. സോ നമ്മൾ എന്തൊക്കെ നോക്കി, ഡെഡ് സീ നോക്കി, കാസ്പിയൻ സീ നോക്കി. നെക്സ്റ്റ് വൺ വിൽ ബി ദി റെഡ് സീ. സോ കാസ്പിയൻ നോക്കി, ഡെഡ് നോക്കി. ദ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് വൺ വിൽ ബി ഓഫ് കോഴ്സ് വാട്ട്, റെഡ് സീ. എന്താണ് റെഡ് സീ? റെഡ് സീ നമുക്ക് അറിയാം. റെഡ് സീന്റെ ഒരു മാപ്പിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് കയറി എന്താണ് ഗൾഫ് ഓഫ് ഏദൻ കയറി, ബാബൽ മണ്ഡപ് കയറി, റെഡ് സീ എത്തി. സോ ദിസ് ഇസ് റെഡ് സീ. റെഡ് സീ അവിടെ എത്തിയിട്ട് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. വൺ ഈസ് ഗൾഫ് ഓഫ് അക്കാബ ആയിട്ടും രണ്ടാമത്തത് ഗൾഫ് ഓഫ് സ്യൂസ് ആയിട്ടും പോകുന്നുണ്ട്. ഈ ഗൾഫ് ഓഫ് സ്യൂസിൽ നിന്നാണ് സിനായ് പെനിൻസുല വരുന്നതും സിനായ് പെനിൻസുലയിൽ നിന്ന് സ്യൂസ് കനാൽ പോവുകയും രണ്ടാമത് നിങ്ങൾ മെഡിറ്ററേനിയൻ സീയിലോട്ട് എത്തുകയും ചെയ്യുന്നുണ്ട്. സോ ഇതാണ് എന്ത് റെഡ് സീയിലെ മാപ്പ് എന്ന് പറയുന്നത്. സോ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഗൾഫ് ഓഫ് ഏദൻ ആൻഡ് ഇറ്റ് എൻഡ്സ് ഫ്രം ഗൾഫ് ഓഫ് സ്യൂസ് ഓഫ് ഗൾഫ് ഓഫ് അക്കാബ. ഈ ബാബൽ മണ്ഡപ് സ്ട്രീറ്റ് ബ്രിട്ടാനിക്ക പറഞ്ഞിരിക്കുന്ന ഒരു സോഴ്സ് ആണ്, വിച്ച് ഇസ് no water enters the Red Sea from rivers and the rainfall is scant, but the evaporation loss is excess of 80 inches per year. ഇതേ ലൈനാണ് UPSC കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഇസ് no water enters the Red Sea from river and the second statement was rainfall is scant because of the evaporation. ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ. റെഡ് സീക്ക് എന്തുകൊണ്ടാണ് റെഡ് കളർ എന്നുള്ളതാണ്. ഒരു റീസൺ പറയുന്നത് റെഡ് സീയിലാണ് റെഡ് ഹിൽസ് വരുന്നത്, വിച്ച് ഈസ് ഇൻ റെഡ് ഹിൽസ് വരുന്ന എവിടെയാണ്, സുഡാനിലാണ്. അത് കാരണമാണ് റെഡ് സീ എന്ന പേര് റെഡ് സീക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. ബട്ട് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ദി സെക്കൻഡ് ജസ്റ്റിഫിക്കേഷൻ പറയുന്നത് റെഡ് സീ യൂഷ്വലി അതിന്റെ കളർ എന്ന് പറയുന്നത് എന്താണ്, ബ്ലൂ ഗ്രീൻ കളർ തന്നെ ആണ്. പക്ഷെ ഒക്കേഷണലി ചേഞ്ചസ് ഇൻ ടു റെഡിഷ് ബ്രൗൺ കളർ. എന്തുകൊണ്ട് ഒക്കേഷണലി റെഡിഷ് ബ്രൗൺ കളർ ആകുന്നു? ബിക്കോസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ cyanobacteria which is Trichodesmium erythraeum. ഈ ബാക്ടീരിയ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ബ്ലൂം ചെയ്യുന്ന സമയത്ത് ആ ഓഷ്യന് റെഡ് കളർ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് റെഡ് സീ എന്ന പേര് വന്നത് എന്നും പറയുന്നുണ്ട്. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ സയനോബാക്ടീരിയനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് സീ സോൾട്ടസ്റ്റ്. എന്തുകൊണ്ട് സീ സോൾട്ടസ്റ്റ് എന്ന് പേര് വിളിക്കുന്നു? കാരണം ഇത് ലാർജ് ആയിട്ട് കോളനൈസ് ചെയ്തിട്ട് വിസിബിൾ ആകുമ്പോഴത്തേക്കും എന്ത് പറ്റും എന്ന് വെച്ചാൽ ഇറ്റ് ലുക്സ് ലൈക്ക് സോഡസ്റ്റിന്റെ ഒരു രൂപമാണ് പോലെയാണ് നമുക്കിത് തോന്നുന്നത്. കടലിൽ സോഡസ്റ്റ് ഇങ്ങനെ കടക്കുന്ന പോലെ തോന്നും. സോ അതുകൊണ്ടാണ് ഇതിനെ സീ സോഡസ്റ്റ് എന്നും പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദിസ് പെർട്ടിക്കുലർ സയനോബാക്ടീരിയ വിച്ച് ഇസ് Trichodesmium erythraeum. ആൻഡ് ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ 60 തൊട്ട് 80% വരെയുള്ള നൈട്രജൻ കൺവേർഷൻ ഇൻ ദി ഓഷ്യൻ ഇസ് ഡ്യൂ ടു വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് പെർട്ടിക്കുലർ സയനോബാക്ടീരിയ. ആൻഡ് റെഡ് സീയിൽ മാംഗ്രൂവ്സും ഉണ്ട്, കോറൽസും ഉണ്ട്. റെഡ് സീയിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഓപ്പറേഷൻസും ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ഓപ്പറേഷൻ പ്രോസ്പെറിറ്റി ഗാർഡിയൻ, ഓപ്പറേഷൻ ആസ്പൈഡസ്, ഓപ്പറേഷൻ അറ്റ്ലാന്റ്. എന്താണ് ഈ ഓപ്പറേഷൻസ്? റെഡ് സീ ഇപ്പോൾ ന്യൂസിൽ വരുന്നത്, ക്ലൈമറ്റ് ചേഞ്ചിനെക്കാട്ടിലും ന്യൂസിൽ വരുന്നത് ഹൂത്തി അറ്റാക്ക് ആണ്, വിച്ച് ഈസ് ഓൺ ഷിപ്മെന്റ്സിൽ ഹൂത്തി അറ്റാക്സ് നടക്കുന്നുണ്ട്. സോ റെഡ് സീ വാസ് ഇൻ ന്യൂസ്. ഓപ്പറേഷൻ പ്രോസ്പെറിറ്റി ഗാർഡിയൻ എന്ന് പറയുന്നത് USA മിലിറ്ററി ആക്ഷൻ ആണ്, വിച്ച് ഈസ് ലോഞ്ച്ഡ് ഇൻ ദി റെഡ് സീ ഇൻ 2023. സോ 2023 US ലോഞ്ച് ചെയ്ത ഒരു മിലിറ്ററി ഓപ്പറേഷൻ ആണ് എന്ത്, ഓപ്പറേഷൻ പ്രോസ്പെറിറ്റി ഗാർഡിയൻ എന്ന് പറയുന്നത്. ദെൻ യു ഹാവ് ഓപ്പറേഷൻ ആസ്പൈഡസ് വിച്ച് ഈസ് ലോഞ്ച് ബൈ യൂറോപ്യൻ യൂണിയൻ ഇൻ December 2024. 2024 ആര് ലോഞ്ച് ചെയ്തതാണ്? February 2024 യൂറോപ്യൻ യൂണിയന്റെ ഒരു മിലിറ്ററി ആക്ഷൻ ആണ് എന്ത്, ഓപ്പറേഷൻ ആസ്പൈഡസ് ആണ്. ഇത് രണ്ടും എയിം ചെയ്യുന്നത് to have a safe passage for the shipments. ഈ റെഡ് സീ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണെന്നുള്ള. കാരണം എന്താണ്, മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് സ്യൂസ് കനാൽ വഴി റെഡ് സീ വഴി അവർക്ക് എങ്ങോട്ട് എത്താൻ പറ്റൂ? ഇന്ത്യ ആയാലും ഇന്തോനേഷ്യ ആയാലും ചൈനയിലോട്ടും ഒക്കെ ഉള്ള ഷിപ്മെന്റ്സ് നടക്കുന്ന ഒരു ഏരിയ ആണ് ഏത്, നമ്മുടെ റെഡ് സീ എന്നാണ്. സോ അവിടെ ഹൂത്തീസ് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്യുക, ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഷിപ്പിംഗ് പാസേജ് ഉണ്ടാക്കുക എന്നുള്ളത് US-ഉം യൂറോപ്യൻ യൂണിയനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ആൻ എഫക്റ്റീവ് trade growth. So they have launched Operation Prosperity Guardian and also Operation Aspidus. And Operation Atlanta എന്ന് പറയുന്നത് 2008 ലോഞ്ച് ചെയ്തതാണ്. ഓപ്പറേഷൻ അറ്റ്ലാന്റിനെ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് EU Nave 4 എന്നാണ്. അതായത് യൂറോപ്യൻ യൂണിയന്റെ നേവൽ ഫോഴ്സിന് ഒന്ന് ഷോർട്ട് ആയിട്ട് EU Nave 4 എന്നാണ് അറിഞ്ഞത്. പിന്നീട് പേര് മാറ്റി എന്ത് ചെയ്തു, അതിന് ഓപ്പറേഷൻ അറ്റ്ലാന്റ എന്ന് പറഞ്ഞു. ഇതിന്റെ എയിം എന്ന് പറഞ്ഞാൽ പൈറസി തടയുക എന്നുള്ളതായിരുന്നു ഓപ്പറേഷൻ അറ്റ്ലാന്റയുടെ മെയിൻ എയിം. ഇൻ ദി ഗൾഫ് ഓഫ് ഏദൻ ആ ഒരു റീജിയനിൽ എന്ത് ചെയ്യുക, ഓപ്പറേഷൻ പൈറസി തടയുക എന്നതായിരുന്നു ഓപ്പറേഷൻ അറ്റ്ലാന്റയുടെ മെയിൻ കോസ് എന്ന് പറയുന്നത്. ദെൻ യു ഹാവ് ഓപ്പറേഷൻ ഓഷ്യൻ ഷീൽഡ് ആൻഡ് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം നടക്കുന്നത് സെപ്റ്റംബർ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓൺ 2001.
ഞാൻ പറയാൻ കാരണം സെപ്റ്റംബർ 2001 ഇൻസിഡന്റ് അറിയായിരിക്കും. ഈ നമ്മുടെ ട്വിൻ ടവറിന് പ്ലെയിന് ഇടിച്ചിറക്കിയിട്ട് എന്താണ് US ഒരു ഗ്ലോബൽ ടെററിസ്റ്റ് കോളില് വാർ പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട്. സോ ഈ വാറിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിലൊക്കെ പോയിട്ട് ആക്ഷൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അന്ന് ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം, വിച്ച് ഇസ് ഇൻ 2001. ആൻഡ് 2014 വരെ ആയിരുന്നു അത് എൻഡ് ചെയ്തത്. 2014 ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം വാസ് കംപ്ലീറ്റ്ലി എൻഡഡ്. ഇതും മെയിൻ ആയിട്ട് ആ ഒരു റെഡ് സീ വരുന്ന ആ ഒരു പെർട്ടിക്കുലർ ഏരിയ, നമ്മുടെ യമൻ ഹൂത്തീസ് വരുന്നില്ല, ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എന്ത് ചെയ്യുക, അൽ-ഖായ്ദയ്ക്കും എതിരായിട്ടും ISIS എന്നും അതുപോലെ ഹൂത്തീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, യുദ്ധം നടത്തുക, അവരെ തുടച്ചു നീക്കുക എന്നുള്ളൊരു എയിമിലൂടെ സ്റ്റാർട്ട് ചെയ്തതാണ് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം. അത് കംപ്ലീറ്റ്ലി സക്സസ് ആയിരുന്നു എന്ന് വെച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. Then you have Operation Ocean Shield. So എന്ത് ചെയ്തെന്ന് വെച്ചാൽ US ഇങ്ങനെ ഒരെണ്ണം ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും നേറ്റോ എന്ത് ചെയ്തെന്ന് വെച്ചാൽ in order to support the US operation on enduring freedom, they also launched an operation which we call it as the Operation Ocean Shield. And അത് എൻഡ് ചെയ്തത് 2016 ആണ്. ഇതൊരു പെർട്ടിക്കുലർ ന്യൂസ് പേപ്പർ ആണ് which came on February 19, 2025. Houthis emerged from the Red Sea shipping crisis unscathed. So റീസൺ നിങ്ങൾക്ക് ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചാൽ അറിയാൻ പറ്റും ഹൂത്തീസ് എന്തുകൊണ്ടാണ് എമേർജ് ചെയ്തത്. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഡിസ്കഷൻ ആണ്. കാരണം എന്താണ്, ഒരിക്കലും അതിനെ തുടച്ചു നിൽക്കാൻ പറ്റില്ല. they have arms and weapons which is supplied by so many other political regions. So അതൊരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. ആൻഡ് എവ്രി വൺ വാണ്ട് പവർ. അതാണ് ബേസിക്കലി അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് നമുക്കൊരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് പൊളിറ്റിക്കൽ സിനാരിയോ ആണ്. റെഡ് സീ എടുത്തതുകൊണ്ട് അതിന്റെ പൊളിറ്റിക്കൽ സിനാരിയോയും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. വി വിൽ ലുക്ക് ഇൻ ടു ദി ബ്രൈൻ പൂൾസ്. എന്താണ് റെഡ് സീയിൽ കണ്ടുപിടിച്ച നമ്മുടെ നിയോൺ ബ്രൈൻ പൂൾസ് എന്നാണ് അതിന്റെ പേരിട്ടേക്കുന്നത്. സോ എന്താണ് ബ്രൈൻ പൂൾസ് എന്ന് പറയുന്നത്? യൂഷ്വലി ഇതാണ് നോർമൽ സീ എന്നുള്ളത് വിചാരിക്കുക. നോർമൽ സീന്റെ താഴെയായിട്ട് ഒരു കാവിറ്റി പോലെ ഫോം ചെയ്യുന്നത്, ഒരു സിങ്ക് ഹോൾ പോലെ ഫോം ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ ബ്രൈൻ പൂൾസ് ആണ്. ഇത് ഭയങ്കര ഡെൻസ്, സോൾട്ടിയർ ആയിരിക്കും, ഭയങ്കര ഡെൻസ് ആയിരിക്കും. ആൻഡ് ഇവിടെ ഒരു അൺഎയറോബിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഒരു രീതിയിലുള്ള എന്താണ്, ഒരു മൈക്രോ ഓർഗാനിസംസും അല്ലെങ്കിൽ മാമൽസ് അല്ലെങ്കിൽ മറൈൻ അനിമൽസിനെയും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദി കാണ്ട് എക്സിസ്റ്റ് ഇൻ ഹിയർ. ലൈഫ് ഫോംസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആണ്, ഭയങ്കര ഡിഫിക്കൽട്ടും ആണ്. ക്രൂഷ്യൽ ആണെന്ന് പറയാൻ കാരണം നമ്മൾ അത് പഠിക്കുകയാണ്, ഈ മൈക്രോ ഓർഗാനിസംസ് ഇവിടെ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു ഉണ്ട് അവിടെ. അപ്പൊ ആ മൈക്രോ ഓർഗാനിസംസ് അൺഎയറോബിക് കണ്ടീഷനിൽ ഇത്രയും ഹൈലി സലൈൻ ആയിട്ടുള്ളൊരു എൻവയോൺമെന്റിൽ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഹൗ ലൈഫ് ഒറിജിനേറ്റഡ് ഓൺ എർത്ത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് റിഗാർഡിംഗ് ഹൗ ലൈഫ് ഒറിജിനേറ്റഡ് ഓൺ എർത്ത്. ആൻഡ് ഹ്യൂമൻസിന്റെ ഒരു രീതിയിലുള്ള ഒരു ഡിസ്റ്റർബൻസസ് ഉണ്ടാകാത്ത ഒരു ഏരിയ ആണ് ഏത്, നമ്മുടെ ഈ ബ്രൈൻ പൂൾസ് എന്ന് പറഞ്ഞത്. സോ അതിന്റെ ഡിസ്കവറി വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വാസ് ഡിസ്കവേർഡ് ഇൻ Red Sea. Lack of oxygen ആണ്. Any animals that stray into it is immediately stunned or killed. And അതാണ് കാരണം എന്താണ്, ഡീപ്ലി ഹലൈൻ ആയിട്ടുള്ള കണ്ടീഷൻ ആണ് ആൻഡ് ഓക്സിജൻ ഇല്ലാത്തൊരു എൻവയോൺമെന്റ് ആണ് ഈ ബ്രൈൻ പൂൾസ് എന്ന് പറയുന്നത്. ന്യൂം ബ്രൈൻ പൂൾസിന് പേരിടാൻ കാരണം it was funded by the Saudi Development Company, so they named it as the Neom Brine Pools. Discovery of deep sea Neom Brine Pools in the Gulf of Aqaba, Red Sea. Then Arabia is surprising rainfall history, clues buried in the deep sea. They are using deep sea sediments to study the climate change shift. കാരണം അത് ഞാൻ പറഞ്ഞു അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ക്ലൈമറ്റ് ചേഞ്ച് എത്രത്തോളം നമ്മുടെ എർത്തിനെയും എർത്തിന്റെ ലാൻഡ് ഫോംസിനെയും ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ ബ്രൈൻ പൂളിന് പഠിച്ചു കഴിഞ്ഞാൽ. സോ ദേ ആർ സ്റ്റഡിങ് വാട്ട് ഇറ്റ് ഈസ് അബൌട്ട്. സോ നമ്മൾ ആ ഒരു ഏരിയ കവർ ചെയ്ത് നമ്മൾ സെൻട്രൽ ഏഷ്യയിലെ ലേക്സ് നോക്കി, സെൻട്രൽ ഏഷ്യയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ് നോക്കി, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ന്യൂസ് പേപ്പറിൽ ഫ്രീക്വന്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ബോഡി പിക്ക് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തു. ദെൻ വി വെന്റ് ടു ദി വെസ്റ്റ് ഏഷ്യൻ റീജിയനിൽ ഇമ്പോർട്ടൻറ്റ് ലേക്സ് ഡിസ്കസ് ചെയ്തു ആൻഡ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. നൗ വി ആർ കമ്മിങ് ടു സൗത്ത് ചൈന സീ. സോ എന്തായാലും ഇതിന്റെ ഇടയിൽ നമ്മൾ മിസ് ചെയ്ത ഒരു ഏരിയ ഉണ്ട് വിച്ച് ഇസ് ഗോലൻ ഹൈറ്റ്സ് പറയേണ്ടതാണ് നമ്മൾ വെസ്റ്റ് ഏഷ്യ പറയുമ്പോൾ. ഗോലൻ ഹൈറ്റ്സ് എന്ന് പറയുന്നത്, ഗോലൻ ഹൈറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് സീ ഓഫ് ഗലീലി വരും, പിന്നെ വരുന്ന രണ്ടാമത്തെ കാര്യം ഹുലു വാലിയാണ്. ഈ രണ്ടും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇത് രണ്ടും ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഡ്രൈങ് അപ്പ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ആൻഡ് ഗോലൻ ഹൈറ്റ്സും ന്യൂസിൽ വരുന്നുണ്ട് ബിക്കോസ് ഓഫ് ദി ഇസ്രയേൽ-സിറിയ വാർ. സോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഗോലൻ ഹൈറ്റ്സ് വാസ് അണ്ടർ ദി സിറിയൻ ടെറിട്ടറി ആയിരുന്നു. പക്ഷെ ഇസ്രയേൽ 1976 വാറിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗോലൻ ഹൈറ്റ്സിന്റെ ഏകദേശം 80 or 90% ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ക്യാപ്ചർ ചെയ്തെടുത്തിട്ട് ഇവർ പറയും ഇത് നമ്മൾ അനക്സ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ
ആകെ US മാത്രമേ ഇതിന്റെ അനക്സേഷൻ അംഗീകരിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ കൺട്രീസും ഗോലൻ ഹൈറ്റ്സ് ഇസ് സ്റ്റിൽ ഒക്കുപ്പൈഡ് ബൈ വാട്ട്, നമ്മുടെ സിറിയയുടെ തന്നെയാണ് എന്നാണ് ബാക്കി കൺട്രീസ് ഒക്കെ അഗ്രി ചെയ്തിരിക്കുന്നത്. ഗോലൻ ഹൈറ്റ്സ് ന്യൂസിൽ വന്നത് ബിക്കോസ് ഓഫ് ദിസ് റീസൺ. ദ ഗോലൻ ഹൈറ്റ് ഇസ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ്ലൈൻസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും. സോ ദി ഗോലൻ ഹൈറ്റ് ഇസ് ബ്ലാക്ക് എന്ന് പറയാൻ കാരണം വാർ കഴിഞ്ഞിട്ട് വാറിന്റെ റീസൺ ആയിട്ട് ആഷസ് കാരണം കംപ്ലീറ്റ്ലി കവേർഡ് ആയിരുന്നു എന്ത് ഗോലൻ ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ബട്ട് നൗ നോർമൽസി ഹാസ് റിട്ടേൺ ആൻഡ് ഗ്രീനറി വന്നിട്ടുണ്ട്, അവിടെ ഓർച്ചിഡ്സ് ഒക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഇറ്റ്സ് കമ്മിങ് ബാക്ക് ടു നോർമൽസി. പക്ഷെ ഇപ്പോഴത്തെ കറന്റ് സിനാരിയോയിൽ വീണ്ടും ഒരു വാർ എസ്കലേഷനിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു പെർട്ടിക്കുലർ ലാൻഡ് ബോഡീനെ അത് അഫക്ട് ചെയ്യും. So Sea of Galilee is also important regarding the Jordan River. So Jordan River na feed ചെയ്യുന്ന ഒന്ന് ഏതാണ്? Sea of Galilee ആണ്. ആൻഡ് അത് ഡ്രൈയിങ് അപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ജോർദൻ റിവർ ഡ്രൈ അപ്പ് ആകും. ജോർദൻ റിവർ ഡ്രൈ അപ്പ് ആകുമ്പോൾ എന്ത് പറ്റും? ഡെഡ് സീ ഡ്രൈയിങ് അപ്പ് ആവും. സോ ഇതെല്ലാം കണക്റ്റഡ് ആണ്. കാരണം ഇതിലെ വാട്ടർ ഇസ് ഡൈവേർട്ടിങ്. വാട്ടർ ഡൈവേർട്ട് ചെയ്യാൻ ഇവിടുന്ന് ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷണൽ പർപ്പസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇവിടുത്തെ വാട്ടർ ഡൈവേർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ജോർദൻ റിവർ ഡ്രൈ അപ്പ് ആവുകയാണ് ആൻഡ് ഡെഡ് സീ ഇസ് ഓൾസോ ഡ്രൈയിങ് അപ്പ്. സോ നൗ ലെറ്റ്സ് കം ടു സൗത്ത് ചൈന സീ. സൗത്ത് ചൈന സീയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ളത് ദ 9 ലൈൻ ആയിരിക്കും. 9 ലൈൻ. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സൗത്ത് ചൈന സീ എടുത്തിരിക്കുന്നത് പൊളിറ്റിക്കൽ റീസൺ ആണ്. നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിലല്ല, ആസ്പെക്ട് ആംഗിളിലല്ല ഇത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 9 ലൈനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺഫ്ലിക്റ്റഡ് ഏരിയാസ് നടക്കുന്ന ഐലൻഡ്സ് നോക്കുകയാണെങ്കിൽ പരാസൽ ഐലൻഡ് കാണാം, സ്പാറ്റ്ലി ഐലൻഡ്സ് കാണാം, നാറ്റ്യൂന ഐലൻഡ്സ് കാണാം. ദെൻ യു ഹാവ് സ്കാർബറോ ഷോൾ, ലക്സൺ സ്ട്രേറ്റ്, ഗൾഫ് ഓഫ് ടോങ്കിൻ. ഇത്രയും ഏരിയാസ് ആണ് നമ്മൾ UPSC ആസ്പിറന്റ് എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ട ഏരിയാസ്. വൺ ഈസ് എന്താണ്? നാറ്റ്യൂന ഐലൻഡ്, സ്പാറ്റ്ലി ഐലൻഡ് അറിയണം. ദെൻ യു ഹാവ് ദി ഗൾഫ് ഓഫ് ടോങ്കിൻ വിച്ച് ഇസ് ഇൻ എവിടെയാണ് വരുന്നത്? നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ വിച്ച് ഇസ് ഇൻ വിയറ്റ്നാം. ആൻഡ് പരാസൽ ഐലൻഡ് ഉണ്ട്, സ്കാർബറോ ഷോൾ ഉണ്ട്, ലക്സോൺ സ്ട്രേറ്റ് ഉണ്ട്. ഇതാണ് സൗത്ത് ചൈന സീയിലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു സിനാരിയോ എന്ന് പറയുന്നത്. ഇത് ചൈനയുടെ ഇതാണ്. ചൈന പറയുന്നത് ഇത് ഇത്രയും, അതായത് 90% വരുന്ന സൗത്ത് ചൈന സീ ആരുടെയാണ്? ചൈനയുടെ ആണ് എന്നാണ് ചൈന പറയുന്നത്. തായ്വാനും അത് തന്നെയാണ് പറയുന്നത്, അത് നമ്മുടെ കീഴിലാണ്. സോ തായ്വാന്റെയും ചൈനയുടെയും ഒരു ക്ലെയിം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പറയാം. ദെൻ വി ഹാവ് ദിസ് ബ്ലൂ ലൈൻ. ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ വിയറ്റ്നാമിന്റെ ക്ലെയിം ആണ്. ആൻഡ് യു ഹാവ് ദിസ് violet color which is Philippines claim, green color for Brunei and yellow color for Malaysia. ഇങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്പ്യൂട്ടിൽ പോകുന്ന ഒരു പെർട്ടിക്കുലർ വാട്ടർ ബോഡിയാണ് എന്ത്? നമ്മുടെ സൗത്ത് ചൈന സീ എന്ന് പറയുന്നത്. ഈ പരാസൽ ഐലൻഡ് നോക്കിക്കഴിഞ്ഞാൽ യു കുഡ് സീ ഓൾമോസ്റ്റ് എവ്രി വൺ ക്ലെയിമിംഗ് ദാറ്റ് ഇറ്റ്സ് ദർ. കാരണം നമ്മുടെ വിയറ്റ്നാമിന്റെ ലൈൻ പോകുന്നുണ്ട്, ചൈന പറയുന്നുണ്ട്, ഫിലിപ്പൈൻസ് പറയുന്നില്ല, പക്ഷെ തായ്വാൻ പറയുന്നുണ്ട്. ഏത്? പരാസൽ ഐലൻഡ്സ്. Then you have this Spratly Island importance in the Spratly Island is like everyone is telling okay they have a stake in what in Spratly Islands. So ഇവിടെ നോക്കുകയാണെങ്കിൽ തായ്വാന്റെ കൂടെ പോകുന്നുണ്ട്, തായ്വാൻ അല്ല വിയറ്റ്നാമിലൂടെ പോകുന്നുണ്ട്, ചൈനയിലൂടെ പോകുന്നുണ്ട്, ദെൻ ഫിലിപ്പൈൻസ് ടെറിട്ടറി ആയിട്ട് പറയുന്നുണ്ട്, ദെൻ തായ്വാൻ ടെറിട്ടറി ആയിട്ട് പറയുന്നുണ്ട്, അവരുടെ ആണെന്ന് പറയുന്നുണ്ട്. സോ this is Spratly Island. Then you have the Scarborough Shoal. Scarborough ഷോളിലാണ് നമ്മുടെ പറയുന്നത് ബേസിക്കലി സ്കാർബറോ ഷോ ഫിലിപ്പൈൻസിന്റെയും അതുപോലെ തന്നെ രണ്ടാമത് വരുന്നത് ചൈനയുടെയും ടെറിട്ടോറിയൽ ഇതായിട്ടാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് ആണ് ഫ്രം ദി ഹിന്ദു ന്യൂസ് പേപ്പർ. സെക്കൻഡ് തോമസ് ഷോൾ, സിമ്പിൾ ഓഫ് ഡിഫയൻസ്. derelict ship at the second Thomas Shoal has become a symbol of Philippines defense in the wholly contested South China Sea എന്ന് പറയുന്നുണ്ട്. സോ സ്കാർബറോ ഷോൾ പാർട്ട് നമ്മുടെ സ്പാർട്ട്ലി ഐലൻഡിന്റെ പാർട്ടാണ് എന്ത്? സെക്കൻഡ് തോമസ് ഷോൾ എന്ന് പറയുന്നത്. സ്പാർട്ട്ലി ഐലൻഡിന്റെ പാർട്ടാണ് സെക്കൻഡ് തോമസ് ഷോൾ. ആൻഡ് നമ്മൾ പറഞ്ഞു സ്പാർട്ട്ലി ഐലൻഡ് ഇസ് എ ഡിസ്പ്യൂട്ടഡ് റീജിയൻ ആൻഡ് it's been claimed by every other regions. Every other countries is claiming that it's there. വിയറ്റ്നാമീസ് ക്ലെയിം ഉണ്ട്, നമ്മൾ പറഞ്ഞു ഫിലിപ്പൈൻസ് ക്ലെയിം ഉണ്ട്, മലേഷ്യൻ ക്ലെയിം ഉണ്ട്, ബ്രൂണി ക്ലെയിം ഉണ്ട്, ആൻഡ് ചൈന തായ്വാൻ ക്ലെയിമും ഉണ്ട്. Then you have the Paracel Island. നമ്മൾ പറഞ്ഞു സ്പാർട്ട്ലി ഐലൻഡ്. Then you have the Paracel Island. Paracel Islandൽ പറയുന്ന ബേസിക്കലി ചൈന, വിയറ്റ്നാം, തായ്വാൻ ക്ലെയിം ആണ്.
എന്തിനാണ് എല്ലാവരും അവരവരുടെ സോവറിനിറ്റി അസേർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്? കാരണം ഇതൊരു ഭയങ്കര സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ചൈനയ്ക്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഗ്ലോബൽ പവർ ആവണം എന്നുണ്ടെങ്കിൽ ഈ ഇടുക്കിലൂടെ പോകുന്ന ട്രേഡ് കൺട്രോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ എമേർജ് ആസ് എ ഗ്ലോബൽ പവർ. സോ അതുകൊണ്ട് ചൈനയ്ക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദം ആസ് എ റീജിയണൽ പ്ലെയർ ആൻഡ് ആസ് എ ഗ്ലോബൽ പ്ലെയർ. ആൻഡ് വിയറ്റ്നാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, മലേഷ്യയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, അവർക്ക് ചെറിയ ഐലൻഡ് ആണെന്നുണ്ടെങ്കിലും ചൈനയെ ലിമിറ്റ് ചെയ്യുക, അവരുടെ ടെറിട്ടറി സൂക്ഷിക്കുക, അവരുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ സ്വന്തമാക്കുക എന്നുള്ളത് എല്ലാ റീജിയൻസിനും ഇമ്പോർട്ടൻ്റ് ആണ്. Then you have Scarborough Shoal. Scarborough Shoal is basically between Philippines and the China. ഫിലിപ്പൈൻസും ചൈനയ്ക്കും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഒരു ഏരിയ ആണ് എന്ത് സ്കാർബറോ ഷോൾ എന്ന് പറയുന്നത്. ഈ സ്കാർബറോ ഷോളിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ 2012 ആകുമ്പോഴത്തേക്കും ചൈനയും ഫിലിപ്പൈൻസും കൂടെ അവിടെ ഒരു സ്റ്റാൻഡ് ഓഫ് ക്രിയേറ്റ് ചെയ്യുകയും ചൈന കംപ്ലീറ്റ്ലി ആയിട്ട് ഇതിനെ എന്ത് ചെയ്യാണ്, കീഴടക്കുകയും ചെയ്യുന്നുണ്ട്. കീഴടക്കി കഴിയുമ്പോഴത്തേക്കും ഫിലിപ്പൈൻസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്യും. ആൻഡ് അതിന്റെ ജഡ്ജ്മെന്റ് റീസെന്റ് ആയിട്ടാണ് വന്നത്. ജഡ്ജ്മെന്റ് വന്നപ്പോഴത്തേക്കും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ചൈന പറയുന്ന ഈ 9 ലൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിന് ഇന്റർനാഷണൽ ലോയിൽ ഒരു ബേസും ഇല്ല. ആ റൂൾ ഇസ് നോട്ട് ബേസ്ഡ് ഓൺ എനി ഇന്റർനാഷണൽ ലോ വിച്ച് ഇസ് എസ്റ്റാബ്ലിഷ്ഡ്. സോ അതുകൊണ്ട് തന്നെ ചൈനയുടെ ഈ 9 ലൈൻ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ലീഗലി അതിനൊരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദേ ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് ഇറ്റ് ഷുഡ് ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് ഫിലിപ്പൈൻസ് എന്നൊരു റൂള് വന്നു. ബട്ട് ചൈന ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഫിലിപ്പൈൻസ് ഇപ്പോഴും സ്ട്രെസ് ചെയ്യുന്നുണ്ട് ഈ ഒരു റൂളിനെ പറ്റിയിട്ട്. 2016 അത് പറഞ്ഞിരിക്കുന്നത്. Then you have Natuna Island. Natuna Island is between Indonesia's exclusive economic zone അതുപോലെ ചൈനയുടെ 9 ലൈനും ഓവർലാപ്പ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ റീജിയൻ ആണ് എന്ത് നമ്മുടെ നാറ്റ്യൂന ഐലൻഡ് എന്ന് പറയുന്നത്. Vietnam's Spratly Island construction continuing at rapid pace. China holds live fire exercise in the Gulf of Tonkin. Gulf of Tonkin എവിടെയാണ്, വിയറ്റ്നാമിന്റെ അവിടെയാണ്. സോ സ്പ്രാറ്റ്ലി ഐലൻഡിന് അടുത്തായിട്ട് വരും. Marxist territorial claims. Chinese military says 3 Philippine aircraft expelled from the Spratly Island. So it was all about the Spratly Island which was in news. Then you have this strategic Luxon Strait. എന്താണ് ലക്സോൺ സ്ട്രീറ്റിന് ഇത്രയും ഇമ്പോർട്ടൻറ്റ്? ലക്സോൺ സ്ട്രീറ്റ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ബാഷിൻ ചാനലും ബത്താൻ ഐലൻഡും ആണ് അറിഞ്ഞിരിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? കാരണം ലക്സോൺ സ്ട്രീറ്റിലൂടെയാണ് നമുക്ക് തായ്വാനിൽ US പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ഏരിയ അല്ലെ. ഇൻ കേസ് തായ്വാനിന്റെ വൺ ചൈന പോളിസി വെച്ചിട്ട് തായ്വാനെ കംപ്ലീറ്റ്ലി ആയിട്ട് കീഴടക്കുക അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഇൻകേർഷൻസ് അവിടെ നടക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ആം സപ്ലൈ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന റൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ത്രൂ ദി ലക്സോൺ സ്ട്രീറ്റ്. സോ ലക്സോൺ സ്ട്രീറ്റ് ഒരു ചോക്ക് പോയിന്റ് ആണ്. ഇഫ് ചൈന ഹാവ് കൺട്രോൾ ഓവർ ദി ലക്സോൺ സ്ട്രീറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ആം സപ്ലൈ എത്തുന്നത് തടയാൻ പറ്റും. ആൻഡ് ദേ ക്യാൻ ഈസിലി ഹാവ് ആക്സസ് ഓഫ് ദി തായ്വാൻ. അതുകൊണ്ടാണ് ചൈന ഓൾസോ വാണ്ട് ദി കൺട്രോൾ ഓഫ് ദി ലക്സോൺ സ്ട്രീറ്റ്. പക്ഷേ ഈ ലക്സോൺ സ്ട്രീറ്റ് ഈസ് ക്ലെയിംഡ് ബൈ ദി ഫിലിപ്പൈൻസ് ആൻഡ് ദി തായ്വാൻ ആൻഡ് ദി ചൈന. സോ 3 പേരും ഇത് ക്ലെയിം ചെയ്യുന്നുണ്ട്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ റീസൺ ലക്സോൺ സ്ട്രീറ്റ് വാസ് ഇൻ ന്യൂസ്. ഇത് പറഞ്ഞത് സൗത്ത് ചൈന സീ എടുത്തത് നമ്മൾ ക്ലൈമാറ്റിക് ആംഗിളിലല്ല, നമ്മൾ പൊളിറ്റിക്കൽ ആംഗിളിലാണ് എടുത്തിരിക്കുന്നത്. വാട്ടർ ബോഡി എടുത്തതുകൊണ്ട് അതിന്റെ ഒരു ഇമ്പോർട്ടൻസും കൂടെ പറഞ്ഞതാണ്. സോ നെക്സ്റ്റ് ഇത് മാപ്പാണ്, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണമെങ്കിൽ നോക്കാം. ദെൻ റെഡ് സീയിലെയും ബ്ലാക്ക് സീയിലെയും നോർത്ത് സീയിലെയും അഡ്രിയാറ്റിക് സീയിലും ഒക്കെ കുറച്ച് നിമോണിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. നോട്ട്സ് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ദി ഈസ്റ്റ് ചൈന സീ ഡിസ്പ്യൂട്ട്. സോ ഈസ്റ്റ് ചൈന സീ ഡിസ്പ്യൂട്ട് ഓൾറെഡി എന്താണ് UPSC ചോദിച്ചൊരു ചോദ്യമാണ്. ആൻഡ് ഇറ്റ് വാസ് ഇൻ വേർ സെൻകാക്കു ഐലൻഡിനെ ചൊല്ലിപ്പറ്റിയുള്ള ചോദ്യമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ബിറ്റ്വീൻ ജപ്പാൻ ആൻഡ് ചൈന. ജപ്പാനും ചൈന. നിങ്ങൾക്ക് ഇവിടെ സെൻകാക്കു ഐലൻഡ് കാണാം, വിച്ച് ഈസ് ഓൾസോ കോൾഡ് ദി ഡിയാവു ഐലൻഡ്. ആൻഡ് ഈ പെർട്ടിക്കുലർ സ്ട്രിങ്ങിനെയാണ് നമ്മൾ ഡിയാവു ഐലൻഡ്സ് എന്ന് പറയുന്നത്. Senkaku Island is a part of this particular island chain and it is claimed by both Japan and China. But രണ്ടുപേരും അത് ക്ലെയിം ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇൻ സൗത്ത് ചൈന സീ, ഇറ്റ് ഈസ് ഇൻ ഈസ്റ്റ് ചൈന സീ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് USA ഫസ്റ്റ് ഐലൻഡ് ചെയിൻ, സെക്കൻഡ് ഐലൻഡ് ചെയിൻ, തേർഡ് ഐലൻഡ് ചെയിൻസ് എന്ന് പറഞ്ഞാൽ ആൻഡ് ദേ ആർ പ്രൊപ്പോസിങ് എ ഫോർത്ത് ആൻഡ് ദി ഫിഫ്ത്ത് വൺ. എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ USA ചൈനയുടെ ഗ്രോത്ത് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് USA പ്രൊപ്പോസ് ചെയ്ത ഒരു ആക്ഷൻ ആണ് എന്ത് ഫസ്റ്റ് ഐലൻഡ് ചെയിൻ, സെക്കൻഡ് ഐലൻഡ് ചെയിൻ, തേർഡ് ഐലൻഡ് ചെയിൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് വിൽ സ്ട്രെച്ച് ഫ്രം ദി കുറിൽ ഐലൻഡ്സ് ത്രൂ ദി ജപ്പാനീസ് ടു ദി റുയുക്കു ഐലൻഡ്സ്. ആൻഡ് ഇത് നേവൽ പാസേജിന് വേണ്ടിയിട്ടാണ് ഇത് അവർ പറയുന്നത്. ക്രിട്ടിക്കൽ ചോക്ക് പോയിന്റ്സിലൂടെയാണ് ഈ എല്ലാ പാസേജും പോകുന്നത്. സോ ദാറ്റ് US ഹാവ് എ കൺട്രോൾ ഓവർ ദീസ് ക്രിട്ടിക്കൽ ചോക്ക് പോയിന്റ്സ് ആൻഡ് US ക്യാൻ ഹാവ് എ നേവൽ പാസേജ് ടു ദീസ് ക്രിട്ടിക്കൽ ചോക്ക് പോയിന്റ്സ്. ആൻഡ് ദേ ആർ പ്ലാനിങ് ഫോർ എ ഫോർത്ത് ആൻഡ് എ ഫിഫ്ത്ത് വൺ.
ബേസിക്കലി ചൈനയുടെ പവർ ലിമിറ്റ് ചെയ്യുക, ചൈനയുടെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുക എന്നതാണ് ഈ ഐലൻഡ് ചെയിൻസ് കൊണ്ട് USA ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, നമ്മൾ ഇനി ക്ലൈമറ്റ് ആംഗിളിലോട്ട് പോവുകയാണെങ്കിൽ, ചൈന കംപ്ലീറ്റ്സ് 3000 കിലോമീറ്റർ ഗ്രീൻ ബെൽറ്റ് അറൌണ്ട് ഇറ്റ്സ് ബിഗസ്റ്റ് ഡെസേർട്ട്, സ്റ്റേറ്റ് മീഡിയ സേസ്. എന്താണ് ഈ 3000 കിലോമീറ്റർ ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ തക്ലമാക്കാൻ ഡെസേർട്ട് ആണ്. തക്ലമാക്കാൻ ഡെസേർട്ട് വരുന്നത് എവിടെയാണ്? നമ്മുടെ സിൻജിയാൻ ഉയ്ഗൂർ റീജിയനിലാണ്. സോ ഞാൻ ഏഷ്യൻ മാപ്പ് എടുത്ത് കാണിച്ചു തരാം. സോ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് എന്ത് വരുന്നത്? സിൻജിയാൻ ഉയ്ഗൂർ ഓട്ടോണോമസ് റീജിയൻ വരുന്നത്. ഈ ഒരു റീജിയനിലാണ് എന്ത് നമ്മുടെ ടക്ലമാക്കാൻ ഡെസേർട്ട് വരുന്നതും. ഈ ടക്ലമാക്കാൻ ഡെസേർട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയും, സോ എക്സ്പാൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ചൈന പറഞ്ഞു, ഓക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അവിടെ ചുറ്റും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് എന്ത് ചെയ്യാം, ആ ഒരു ഡീഗ്രഡേഷനെ നമ്മൾ ഹോൾട്ട് ചെയ്യും, ഡെസേർട്ടിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഹോൾട്ട് ചെയ്യും എന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. ദേ സ്റ്റാർട്ടഡ് ദിസ് പ്രോജക്ട് ഇൻ ഓൾമോസ്റ്റ് 1978 അവർ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ്. ആൻഡ് ദേ ഹാവ് കംപ്ലീറ്റഡ് ദാറ്റ് ഇൻ 2024 ഇവർ കംപ്ലീറ്റ് ചെയ്തു. അതായത് 1978 സ്റ്റാർട്ട് ചെയ്തു, 2024 അവർ കംപ്ലീറ്റ് ചെയ്തു. And they have almost 30 million hectares of trees have been planted around this Taklamakan desert. Taklamakan desert ചുറ്റുമായിട്ട് എന്ത് ചെയ്തു? 30 million hectares of trees പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഈ ടക്ലമാക്കാൻ ഡെസേർട്ട് വേറൊരു പേര്, ഈ ഒരു പ്രോജക്റ്റ് അവർ വേറൊരു പേര് പറയുന്നത് ഗ്രേറ്റ് ഗ്രീൻ വാൾ അല്ലെങ്കിൽ 3 നോർത്ത് ഷെൽട്ടർ ബെൽറ്റ് എന്നാണ് പറയുന്നത്. ഒരു രസമുള്ള കാര്യം എന്ന് വെച്ചാൽ ടക്ലമാക്കാൻ ഡെസേർട്ടിന്റെ വേറൊരു പേര് എന്ന് പറയുന്നത് സീ ഓഫ് ഡെത്ത് എന്നാണ്. എന്തുകൊണ്ടാണ് അതിന് സീ ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്? കാരണം ടക്ലമാക്കാൻ എന്ന് പറഞ്ഞ ഉയ്ഗൂർ വേർഡാണ്. അതിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇഫ് യു ഗോ ഇൻ യു വോണ്ട് കം ഔട്ട് എന്നാണ് ടക്ലമാക്കാൻ ഡെസേർട്ടിനെ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ സീ ഓഫ് ഡെത്ത് എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമർ. ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമർ ഫ്രീക്വന്റ്ലി ന്യൂസ് ആണ്. എന്തിനാണ്? ഒന്ന് ടൈഫൂൺ ഹിറ്റ് ചെയ്ത് അല്ലെങ്കിൽ സൈക്ലോൺ ഹിറ്റ് ചെയ്തു എന്ന് നമ്മൾ കേൾക്കും. അല്ലാന്നുണ്ടെങ്കിൽ ബ്രഹ്മപുത്ര ഓവർഫ്ലഡ് ആയിട്ട് ഫ്ലഡിങ് സിറ്റുവേഷൻ സിനാരിയോസ് എവിടെ ക്രിയേറ്റ് ചെയ്തു? ബംഗ്ലാദേശിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ. പിന്നെ ഓഫ്കോഴ്സ് ഫോർ ദി ഓൾ ദി റോങ് റീസൺസ് റിഗാർഡിംഗ് ദി പൊളിറ്റിക്കൽ റീസൺസ്. സോ നമുക്ക് ക്ലൈമറ്റ് ആംഗിൾ നോക്കാം. പറയുന്നത് മില്യൺസ് ഇസ് ഇമ്പാക്റ്റഡ് ബൈ ദി കറ്റാസ്ട്രോഫിക് മാസീവ് ഫ്ലഡ് ഇൻ ബംഗ്ലാദേശ്. പിന്നെ പറയുന്നത് ഇന്ത്യൻ നേവി ഇസ് ഗിയറിംഗ് അപ്പ് ഫോർ ദി ഓപ്പറേഷൻ അറ്റ് മ്യാൻമർ ടൈഫൂൺ യാഗി. സോ ഇത് രണ്ടും മ്യാൻമറിലും ബംഗ്ലാദേശിലും അഫക്ട് ചെയ്ത ക്ലൈമറ്റിക് കണ്ടീഷൻ, അതായത് നാച്ചുറൽ ഡിസാസ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ദ വിഷ്യസ് സൈക്കിൾ പുഷിംഗ് ബംഗ്ലാദേശി ക്ലൈമറ്റ് മൈഗ്രൻസ് ഇൻ ടു മോഡേൺ സ്ലേവറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ മോഡേൺ സ്ലേവറി എന്ന് പറഞ്ഞാൽ? പണ്ടത്തെ സ്ലേവറി നമുക്ക് അറിയാം, ഈ പ്ലാന്റേഷൻസിലൊക്കെ കൊണ്ടുപോയിട്ട് അടിമകളായിട്ട് അവരെ യൂട്ടിലൈസ് ചെയ്യുന്നു. അതേസമയം മോഡേൺ സ്ലേവറി എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് കാരണം വന്ന ഒരു സംഭവമാണ്. എന്താണ്? ഈ ബംഗ്ലാദേശിലൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ഫ്ലഡിങ് സിനാരിയോസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ടൈഫോൺസ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ നടക്കുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം അവർക്ക് അവിടെ ലാൻഡിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ പർപ്പസ് ഒന്നും അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. യു കാൻ ട്രസ്റ്റ് ദി ലാൻഡ്. സോ അവരെന്ത് ചെയ്യും? മൈഗ്രേറ്റ് ചെയ്താൽ ഇവർ ചെന്ന് വീഴുന്നത് എന്താണ്? എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇവർ ചെന്ന് വീഴുന്നത്. സോ അതുകൊണ്ട് തന്നെ അതൊരു മോഡേൺ സ്ലേവറിയിലോട്ട് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുപോകുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. സോ the lack of climate resilient infrastructure and social safety net is driving the climate victims to leave their homes in a state of distress, making them more likely to fall into exploitative situation, and this is leading to what? Modern slavery in Bangladesh and Myanmar. പിന്നെ എക്കണോമിക് റീസണും ഉണ്ട് ആൻഡ് പൊളിറ്റിക്കൽ റീസണും അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. So the last one regarding the Asia is, why is Indonesia moving its capital from Jakarta to Borneo? ജക്കാർത്തയിൽ നിന്ന് ബോർണിയോയിലോട്ട് എന്തുകൊണ്ട് ഇന്തോനേഷ്യ ക്യാപിറ്റൽ മൂവ് ചെയ്യുന്നു? വി നോ ജക്കാർത്ത ആയിരുന്നു ക്യാപിറ്റൽ. ജക്കാർത്തയിൽ 11 മില്യൺ പീപ്പിൾ ഉണ്ടായിരുന്നു. ആൻഡ് എന്തൊരു ഓവർ ക്രൗഡിങ്ങും പൊല്യൂഷനും സ്യൂവേജ് ഡ്രെയിനേജിന്റെ ഇതൊക്കെ കാരണം, ഷോക്കിങ്ങും ഒക്കെ കാരണം ഇവർ എന്ത് ചെയ്തു? ട്രാഫിക് ജാംസും ഒക്കെ കാരണം ദി ഡിസൈഡഡ് ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം? നമുക്ക് ബോർണിയോ ഐലൻഡിൽ ഷിഫ്റ്റ് ചെയ്യാം. ഇതാണ് ബോർണിയോ ഐലൻഡ്. സോ ബോർണിയോ ഐലൻഡ് 3 നേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് മലേഷ്യ, ബ്രൂണി, പിന്നെ ഇന്തോനേഷ്യ. സോ ഇന്തോനേഷ്യയിലെ പാർട്ടായിട്ടുള്ള ബോർണിയോ ഐലൻഡ് നുസാൻഡറ, അവിടെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിൽ രണ്ടാമത്തെ ആംഗിൾ പറയുന്നത് നിങ്ങൾ ഓൾറെഡി ഒരു സ്ഥലം
നല്ല രീതിയിൽ മോശമാക്കി ഇല്ലേ? കാരണം അവിടെ പൊല്യൂഷൻ ആക്കി, അവിടുത്തെ മരങ്ങളൊക്കെ നശിപ്പിച്ച് അൺസസ്റ്റൈനബിൾ ആയിട്ട് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത്. ആൻഡ് ജക്കാർത്ത ഇസ് ഗോയിങ് ടു സിങ്ക് എന്നും പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഏരിയനെ പെട്ടെന്ന് അബാൻഡൺ ചെയ്തിട്ട് പുതിയൊരു ഏരിയയിൽ, പുതിയൊരു ട്രോപ്പിക്കലി ക്ലൈമറ്റ് ഉള്ള ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ എന്നൊരു രണ്ടാമത്തൊരു സെക്കൻഡ് സൈഡ് എഫക്ട് ഓഫ് ഇറ്റ് ഒരു ടോക്കും നടക്കുന്നുണ്ട്. ന്യൂസിൽ പറയുകയാണെങ്കിൽ, ഇറ്റ്സ് എയർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ഹെവിലി പൊല്യൂട്ടഡ്, ഇറ്റ് ഫ്ലഡ്സ് റെഗുലർലി ആൻഡ് ഇറ്റ് സ്ട്രീറ്റ്സ് ആർ സോ ക്ലോഗ്ഡ് ദാറ്റ് ഇറ്റ് എസ്റ്റിമേറ്റഡ് concussion cost the economy of $4.5 billion a year. So that's what Indonesia is for. ഇന്തോനേഷ്യയിൽ അപ്പം ക്ലൈമറ്റ് കണ്ടീഷൻ കാരണം സീ ലെവൽ റൈസിങ് നടക്കുന്നുണ്ട്. അതാണ് ഒരു മേജർ റീസൺ ആയിട്ട് പറയുന്നതെങ്കിലും the second important reason is overcrowding and the pollution which was caused by the humans. So that's Asia for you. We will go to Africa now. ആഫ്രിക്കയിലെ മാപ്പ് നമുക്ക് നോക്കാം ആദ്യം. സോ ആഫ്രിക്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അറ്റ്ലസ് മൗണ്ടൻസ് കാണാം. സഹാറ റീജിയൻ ഉണ്ട്, സാഹിൽ റീജിയൻ ഉണ്ട്. സാഹിൽ റീജിയൻ കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പം യു ക്യാൻ സീ ദി കോൺഗോ റിവർ ബേസിൻ, ഗ്രേറ്റ് റിഫ്റ്റ് വാലി ആൻഡ് മേലോട്ട് പോകുമ്പം നൈൽ റിവർ സിസ്റ്റവും കാണാം. താഴോട്ട് വരുമ്പം ഇൻ ദി സൗത്ത് സൈഡ് യു ക്യാൻ സീ ദി കൽഹാരി ഡെസേർട്ട്. ഇവിടെ ഓറഞ്ച് റിവറും വരുന്നുണ്ട്. ആൻഡ് റിവേഴ്സ് ആൻഡ് ലേക്സ് എടുക്കുകയാണെങ്കിൽ ആഫ്രിക്കയിലെ റിവേഴ്സ് ആൻഡ് ലേക്സ് ആണ് കഴിഞ്ഞ 2 വർഷമായിട്ട് UPSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്ത് വന്നാലും ആഫ്രിക്കയിലെ ലേക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. ഇഫ് ദേ ആർ ഇൻ ന്യൂസ്, വൈ ദേ ആർ ഇൻ ന്യൂസ് എന്നുള്ളൊരു ഐഡിയയും വേണം. സോ നൈലുണ്ട്, ദെൻ യു ഹാവ് ലേക്ക് ചഡ് ഇൻ ഹിയർ, വോൾട്ട ഉണ്ട്, വോൾട്ട ലേക്ക് ഇവിടെ വരുന്നുണ്ട്. ദെൻ യു ഹാവ് ലേക്ക് തന, ലേക്ക് വിക്ടോറിയ, ലേക്ക് മാലവി, സംബീസി റിവർ വരുന്നുണ്ട്, കോൺഗോ റിവേഴ്സ് വരുന്നുണ്ട് വിച്ച് ഇസ് ഓൾസോ കോൾഡ് ആസ് സെയർ. Then you have Orange River here, Limpopo River in here. So ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ലേക്സും പറഞ്ഞിട്ടുണ്ട്. ഹാവ് എ നോട്ട് റിഗാർഡിംഗ് വേർ ഇറ്റ് ഒറിജിനേറ്റ് ആൻഡ് വിച്ച് countries are bordering it. So നൈൽ റിവർ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നൈൽ റിവർ സിസ്റ്റം 2 ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറീസ് ആണ് പറഞ്ഞത്. ഒന്ന് വൈറ്റ് നൈലും 2 ബ്ലൂ നൈലും. വൈറ്റ് നൈൽ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ലേക്ക് വിക്ടോറിയയിൽ നിന്നാണ് വൈറ്റ് നൈൽ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ബ്ലൂ നൈൽ ഒറിജിനേറ്റ് ചെയ്യുന്നത് ലേക്ക് തനയിൽ നിന്നാണ്. ആൻഡ് ദേ മീറ്റ് അറ്റ് ഖാർത്തൂം, സുഡാനിലാണ് അത് മീറ്റ് ചെയ്യുന്നത്. ആൻഡ് ദേ ഫ്ലോ ആൻഡ് ദേ എക്സിറ്റ് ഇൻ ടു ദി മെഡിറ്ററേനിയൻ സീ. ഇതൊരു വേൾഡിന്റെ ലോങ്സ്റ്റ് റിവർ ആണ്. ആൻഡ് ഇറ്റ് പാസ് ത്രൂ 11 കൺട്രീസ്. സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് 11 കൺട്രീസിലൂടെ ഇത് പാസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് വാസ് ഇൻ ന്യൂസ് ബിക്കോസ് ഇൻ ഡിസംബർ 2024 ദേ കെയിം ഇൻ ടു ആൻ അഗ്രിമെന്റ് റിഗാർഡിംഗ് ദി നൈൽ റിവർ ബേസിൻ കോഓപ്പറേറ്റീവ് ഫ്രെയിംവർക്ക് അഗ്രിമെന്റ്. എന്താണ് നൈൽ റിവർ ബേസിൻ കോഓപ്പറേറ്റീവ് ഫ്രെയിംവർക്ക് അഗ്രിമെന്റ്? അതായത് നൈൽ റിവറിലെ വാട്ടർ എങ്ങനെ റിപ്പാരിയൻ സ്റ്റേറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് എന്ത് പറയുന്നത്? നൈൽ റിവർ ബേസിൻ കോഓപ്പറേറ്റീവ് ഫ്രെയിംവർക്ക് അഗ്രിമെന്റ്. It was having a decade of negotiations. ഒരു നൂറ്റാണ്ടായിട്ട് എന്താണ് ഇതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് 2024 they came into agreement and it became a legally binding treaty. ലീഗലി ബൈൻഡിങ് ട്രീറ്റി ആണ്. ആൻഡ് ഈജിപ്റ്റ് പൂർണ്ണമായിട്ടൊരു സമ്മതമൊന്നും ഇതിൽ നൽകിയിട്ടില്ല. ബാക്കി 10 നേഷൻസ് ആണ് ഇതിന് അഗ്രി ചെയ്തിട്ടുള്ളത്. So Nile nations agree on water sharing without Egypt's note. So that's Nile River Basin Cooperative Framework Agreement for you. ഒരു കാര്യം കൂടെ ഓർക്കുക, നൈൽ റിവർ പറയുമ്പോൾ you can see the Grand Ethiopian Renaissance Dam which they constructed on Lake Tana. ഈ ഒരു ഗ്രാൻഡ് എത്യോപ്യൻ റിനൈസൻസ് ഡാം ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എത്യോപ്യയ്ക്കും ഈജിപ്തിനും ഇടയിൽ. കാരണം ഈജിപ്റ്റ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ യൂസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു റിവർ സിസ്റ്റം ആണ് എന്ത്? നൈൽ റിവർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഈ നൈൽ റിവർ സിസ്റ്റത്തിൽ തന്നെ വെള്ളം, അതായത് ഏകദേശം 70% വെള്ളം വരുന്ന എവിടെ നിന്നാണ്? ലേക്ക് തനയിൽ നിന്നാണ്. സോ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ലേക്ക് തനയിൽ ബ്ലൂ നൈലിൽ നിന്നാണ് ഇവർക്ക് റിവർ വരുന്നത്. സോ എത്യോപ്യ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുപോയിട്ട് ഒരു ഡാം അങ്ങ് കൺസ്ട്രക്ട് ചെയ്ത് വെള്ളത്തിന് അങ്ങ് തടയാൻ തുടങ്ങി, വിച്ച് അഫക്റ്റഡ് ദി ഈജിപ്റ്റ് എക്കോണമി. സോ ഇതൊരു കോൺഫ്ലിക്ട് സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ദേ ഹാവ് എ ക്ലൈമറ്റ് ആംഗിൾ അല്ലെങ്കിൽ എക്കോളജിക്കൽ എൻവയോൺമെന്റ് ആംഗിൾ പറയുകയാണെങ്കിൽ ഒരു നൈൽ ബേസിൻ ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുമല്ല, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഓഫ് നൈൽ റിവർ. അതാണ് എന്തിന്റെ നൈൽ ബേസിൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന 10 രാജ്യങ്ങളാണ്, 10 നൈൽ ബേസിൻ കൺട്രീസ് ആണ് ഇതിന് അഗ്രി ചെയ്തിട്ടുള്ളത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ എ ഫോറം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ എമോങ് ദി ബേസിൻ സ്റ്റേറ്റ്സ് ഫോർ ദി സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദി ഷെയർഡ് നൈൽ ബേസിൻ വാട്ടർ. ആൻഡ് എൻവയോൺമെന്റൽ എക്സ്പെർട്സ് സജസ്റ്റ് ദാറ്റ് ഇന്റൻസ് ആയിട്ടുള്ള ഹീറ്റ് വേവ് കാരണം നമ്മുടെ നൈലിന്റെ ഫ്ലോ will be cut short by almost 75%. നൈലിന്റെ water flow will be cut short by almost 75% because of what? Because of intense heat waves. Then also for
എന്തോ നല്ല ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം അവർ നേരിടുന്നത് പൊല്യൂഷൻ ആണ്. സോ ആഫ്രിക്കാസ് നൈൽ റിവർ സഫോക്കേറ്റിംഗ് വിത്ത് വേസ്റ്റ്. നിങ്ങൾ നൈൽ റിവർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കി, ഗൂഗിൾ അടിച്ചു നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ എ ലോട്ട് ഓഫ് ഇമേജസ് വെയർ ദി വാട്ടർ ഈസ് ഹെവിലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള കുറെ ഇമേജസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് നൈലിന്റെ എക്കോളജിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് വെച്ചുള്ള നമ്മളൊരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഉള്ള ആംഗിൾ. ദെൻ നൈൽ ബേസിൻ ഇനിഷ്യേറ്റീവ്. Then we discussed about the Nile River Basin Cooperative Framework, which was in news recently. Next is the African Great Lakes. ആഫ്രിക്കയിൽ 7 സീരീസ് ഓഫ് ലേക്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 7 ലേക്സ് ആണ്. ഈ 7 ലേക്സിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഈ 7 ലേക്സ് ആണ് ഹ്യൂമൻസിന്റെ ആക്ടിവിറ്റീസ് കാരണവും ക്ലൈമറ്റ് ചേഞ്ച് കാരണവും ഒക്കെ ഫ്രീക്വന്റ്ലി ന്യൂസിൽ വന്നിട്ടുള്ളത്. ആഫ്രിക്കയുടെ ഗ്രേറ്റ് ലേക്സ് ഈസ്റ്റ് റിഫ്റ്റ് വാലിയിലൂടെയാണ് പോകുന്നത്. സോ ലേക്ക് തർക്കാന ഉണ്ട്, ലേക്ക് ആൽബർട്ട് ഉണ്ട്, എഡ്വേർഡ് ഉണ്ട്, കിവു ഉണ്ട്, താങ്കൻയിക ഉണ്ട്, ന്യാസ ഉണ്ട്, ദെൻ ലേക്ക് വിക്ടോറിയ ഉണ്ട്. സോ ഓൾ ദീസ് റിവേഴ്സ് ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ്, ഓൾ ദീസ് ലേക്സ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലേക്സ് ആണ്. ഇതിന്റെ ബോർഡറിങ് കൺട്രീസ് എന്താണ്, ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. ദെൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ലേക്കും ലേക്കിന്റെ ബോർഡറിങ് കൺട്രീസും. സോ ആദ്യത്തെ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് നോക്കാം. Vast human-made Lake Kariba is at near record low, causing daily power cut and devastating 2 African economies. ഏതൊക്കെയാണ് 2 ആഫ്രിക്കൻ എക്കോണമീസ്? ലേക്ക് കരീബ സാംബിയയും സിംബാബ്വേയിലും കൂടെയാണ് ഒഴുകുന്നത്. സോ ആ 2 ആഫ്രിക്കൻ എക്കോണമിയിൽ എന്താണ് ഇത് ഡ്രൈയിങ് അപ്പ് സിറ്റുവേഷൻ കാരണം പവർ കട്ട്സ് നേരിടുന്നുണ്ട്. സോ ഇറ്റ് വാസ് ഇൻ ന്യൂസ്. ദെൻ forever chemicals are polluting African water. ലേക്ക് വിക്ടോറിയ, സൗത്ത് ആഫ്രിക്കയുടെ വാൾ ലേക്ക്, കെന്യയിലെ നൈറോബി റിവർ. ഇതെല്ലാം എന്തുകൊണ്ടാണ് ഹോട്ട്സ്പോട്ട്സ് ഫോർ വാട്ട്? forever chemicals. forever chemicals എന്ന് വെച്ചാൽ the chemicals PFAs which are not degrading into the environment. അത് അങ്ങനെ തന്നെ ഡീഗ്രേഡ് ചെയ്യാതെ വർഷങ്ങളോളം കാലങ്ങളോളം എർത്തിൽ നിലനിൽക്കും, which have an adverse effect on the human health. So അതുകൊണ്ട് forever chemicals was in news. Sorry, the lakes and the river system in the Africa was in news because of forever chemical. Then you have the US right watchdog cites a climate of fear in Uganda oil development project. എന്താണ് യുഗാണ്ട ഓയിൽ ഡെവലപ്മെന്റ് പ്രോജക്ട്? ഉഗാണ്ട ഓയിൽ നല്ല രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ആഫ്രിക്കയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രി ഏത് തന്നെയാണ്? ഉഗാണ്ട തന്നെയാണ്. സോ ഉഗാണ്ട എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഉഗാണ്ടയിലാണ് ലേക്ക് ആൽബർട്ട് വരുന്നത്. കാരണം ഉഗാണ്ടയും DRCയും ഉഗാണ്ടയിലാണ് നല്ലൊരു പോർഷൻ ഇത് ലേക്ക് ആൽബർട്ട് വരുന്നത്, നല്ലൊരു പോർഷൻ നിൽക്കുന്നത് ഉഗാണ്ടയിലാണ്. സോ ഉഗാണ്ടയുടെ ലേക്ക് ആൽബർട്ടിന്റെ നിയർ ബൈ റീജിയനിൽ ഇവർ എന്ത് കണ്ടുപിടിച്ചു? ഓയിൽ റിസർവ്സ് കണ്ടുപിടിച്ചു. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ദി ഡ്രില്ലിംഗ് ആൻഡ് ദി മൈനിങ് ആക്ടിവിറ്റീസ് നിയർ ബൈ ഏരിയ. സോ അത് ആൽബർട്ടിൽ എന്താണ് ഒരു അഡ്വേഴ്സ് എഫക്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ ഉഗാണ്ട ഒരു 6.5 ബില്യൺ ബാരൽസ് ഓഫ് ഓയിൽ ആണ് ഡിസ്കവർ ചെയ്തത്. അതിൽ തന്നെ അറൌണ്ട് 1.4 ബില്യൺ ബാരൽസ് ഇസ് കൺസിഡർഡ് റിക്കവറബിൾ. ഇറ്റ്സ് മോസ്റ്റ്ലി located near the Lake Albert. Then you have the news which is how the invasive water hyacinth is threatening fishermen's livelihood on a popular Kenyan river. On a popular Kenyan lake. So Kenyan lake ഏതാ? ഇവിടെ ഇത് കെന്യ ഉള്ള ഇതാണ് ലേക്ക് നൈവാഷ. നൈവാഷ ഇസ് ഇൻ കംപ്ലീറ്റ്ലി ഇൻ കെന്യ. ആൻഡ് അവിടെ എന്താണ് ഇൻവേസീവ് സ്പീഷീസിന്റെ ത്രെട്ടൻ കാരണം ഫിഷർമെൻസിന്റെ ലൈവ്ലിഹുഡ് നഷ്ടമാകുന്ന ഒരു ലോസിലാണ് അവർ നിൽക്കുന്നത്. Then the next clipping is rising water of Lake Malawi displaces hundreds and it threatens livelihood. Then Lake Kivu which borders Rwanda, അവിടെ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് they are facing a power outage and electricity problems in the vicinity of that area. And it is also linked with the growing use of plastic. ഈ എല്ലാ ലേക്കിലും കോമൺ ആയിട്ട് ഗ്രോയിങ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് നമുക്ക് പറയാം, പൊല്യൂഷൻ നമുക്ക് പറയാം, കാരണം വാട്ടർ ഡൈവേർഷനും ബാക്കി കാര്യങ്ങളും നമുക്ക് പറയാം. പക്ഷെ മെയിൻ ആയിട്ട് why they are in news എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. Then we will go to Lake Tanganyika. ഈ ലേക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആഫ്രിക്കയിലെ ഒരു ലേക്കാണ്. കാരണം it is the world's longest freshwater lake എന്ന് പറയും. And it is located in East Africa. It is the deepest lake in Africa. Okay. ഈ ലേക്ക് താങ്കന്യകയില് ബേസിൻ കൺട്രീസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ they have decided to launch a project. എന്താണ്? So that they can halt the degradation or the deforestation effects which is happening in the nearby area and they can restore the biodiversity. ഈ ലേക്ക് താങ്കന്യകയിലെ ബേസിൻ കൺട്രീസ് ലോഞ്ച് ചെയ്ത ഈ ഇനിഷ്യേറ്റീവില് ഈ ഫൈനാൻസ് ഫണ്ട് ചെയ്യുന്ന ആരാണ്? GEF ആണ്, ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി. Global Environment Facility എന്താണ്? It is known as the Family of Fund for Environment. So they are funding this particular initiative. Among the 4 bordering countries bordering the Lake Tanganyika, cooperations ട്രാൻസ്ഫോർമേറ്ററി കോപ്പറേഷൻ എൻഹാൻസ് ചെയ്യാൻ പറ്റും ഇതിലൂടെ എന്നും കൂടെ ഇവർ പറയുന്നുണ്ട്. 2 ലേക്ക് കാണാം നിങ്ങൾക്ക് ഇവിടെ. ലേക്ക് നാട്രോണും കാണാം, ലേക്ക് താങ്കന്യകയും കാണാം. ലേക്ക് നാട്രോൺ കെനിയയിൽ ആണ് പോകുന്നത്.
കെനിയയിൽ മാത്രമല്ല നമ്മുടെ ഉഗാണ്ടയിലും കൂടെ ഇത് വരുന്നുണ്ട്. ഉഗാണ്ടയായിരുന്നു അത്. സോ ഞാൻ പറഞ്ഞു ഏതായിരുന്നു ലേക്ക്? താങ്കനിക, തൻസാനിയ, DRC, ബറണ്ടി, സാംബിയ. ഇത് 4 കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കിയേക്കുക. ദെൻ യു ഹാവ് ദിസ് ലേക്ക് നാട്രോൺ. ലേക്ക് നാട്രോൺ കംപ്ലീറ്റ്ലി അല്ല, തൻസാനിയയിലും, സോ ഈ പർട്ടിക്കുലർ ഏരിയ എന്ന് പറഞ്ഞാൽ തൻസാനിയാണ് കേട്ടോ. സോ ഇത് തൻസാനിയ ഏരിയ ആണ് വരുന്നത്. കെനിയ. ലേക്ക് നാട്രോൺ ഇസ് ബിറ്റ്വീൻ കെനിയ ആൻഡ് തൻസാനിയ. ഈ ലേക്ക് ഭയങ്കര ടോക്സിക് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത്. ഇതൊരു പെർട്ടിക്കുലർ വോൾക്കാനോ ആണ്. ഈ വോൾക്കാനോ കാരണമാണ് ഈ ലേക്കിന് റെഡ് കളർ കിട്ടിയത്. കാരണം this is spilling out what? It is spilling out carbonate rich ആയിട്ടുള്ള ലാവയാണ് ഇതിന്. അതൊരു റയർ എർത്ത് ആണ്, റയർ ആയിട്ടുള്ള ഒരു കെമിക്കൽ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ടേണിംഗ് ദ ലേക്ക് ഇൻ ടു ആൽക്കലൈൻ ആവാൻ. സോ ഇറ്റ് ഇസ് ഹെവിലി ആൽക്കലൈനിറ്റി ഭയങ്കര ഹൈ ആണ് ഈ ഒരു ലേക്കിൽ. സോ അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ കാൽസിഫൈഡ് ആവുകയാണ്, ഒരു സ്റ്റോൺ രീതിയിൽ ആവുകയാണ്. ആ ഒരു ഇമേജ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇമേജ് ആണ് ഓഫ് ദി ഡെഡ് അനിമൽസ് ആൻഡ് ബേർഡ്സ് ആൻഡ് ഓർഗാനിസംസ്. ഈ ആൽക്കലൈനിറ്റി കാരണം, അതായത് ഈ ലാവയിൽ നിന്ന് വരുന്ന കാർബണേറ്റ് റിച്ച് ആയിട്ടുള്ള ലാവ കാരണമാണ് ഇതിനൊരു റെഡ് കളർ വരുന്നത്. അത് കൂടുന്തോറും ഇതിന്റെ റെഡ് കളർ കൂടിക്കൂടി വരും. പക്ഷെ ഈ പെർട്ടിക്കുലർ എക്കോസിസ്റ്റം ഈസ് ഹോസ്പിറ്റബിൾ ഫോർ വൺ പെർട്ടിക്കുലർ ബേർഡ് വിച്ച് ഇസ് നോൺ ആസ് ദി ലെസ്സർ ഫ്ലെമിംഗോ. ലെസ്സർ ഫ്ലെമിംഗോയിലെ 75% വരുന്ന ഫ്ലെമിംഗോസും ബ്രീഡ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് ഏത്? നമ്മുടെ ലേക്ക് നാട്രോൺ വിച്ച് ഈസ് ഇൻ തൻസാനിയ ആൻഡ് കെനിയ. അതാണ് ഇവിടെ 75% of the world population of lesser flamingos are breeding in here. Over 2.5 million flamingos gather to lay their eggs annually on here. ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ വോൾക്കാനിക് ഇറപ്ഷൻസ് കൂടും തോറും ഇതിന്റെ ആൽക്കലിനിറ്റി കൂടി വരികയാണ്. സോ അതുകൊണ്ട് it is turning the lake into so toxic and it is turning everything into stone. Next is Lake Chad. So Lake Chad ആണ്. ലേക്ക് ചഡിന്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ 1963 തൊട്ട് 2007 വരെയുള്ള ഫിഗേഴ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കുറഞ്ഞ് ഒന്നുമില്ല, വളരെ ചെറിയ ഒരു പോർഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഏത്? ലേക്ക് ചഡ്. ലേക്ക് ചഡ് 4 രാജ്യങ്ങളാണ് ബോർഡർ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ചഡ് ഉണ്ട്, നൈജർ ഉണ്ട്, നൈജീരിയ ഉണ്ട്, കാമറൂൺ ഉണ്ട്. സോ ഈ 4 ലേക്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ലേക്ക് ചഡിന് ചുറ്റുമായിട്ട് ബോർഡർ ചെയ്തിരിക്കുന്നത്. ചാരി റിവർ ആണ് ഇതിനെ ഫീഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ചാരി റിവർ ഫീഡ് ചെയ്യുന്ന ഏതാണ് ലേക്ക്? ലേക്ക് ചഡ് ആണ്. ആൻഡ് ഈ ചാരി റിവറിനെയും നമ്മുടെ കോൺഗോ റിവറിന്റെ അപ്പർ സ്ട്രീംസിനെയും നമുക്ക് കണക്ട് ചെയ്തിട്ട് വാട്ടർ ഫ്ലോ കൂട്ടാനുള്ള ഒരു പ്ലാൻ ഇവർ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കെൻ ബെറ്റ്വ വാട്ടർ ലിങ്കിങ് പ്രോജക്റ്റിലെ ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ അവർ ഉദ്ദേശിക്കുന്നതാണ് കനാൽ, അതായത് അവിടെ നിന്ന് നമ്മുടെ കോൺഗോ റിവറിൽ നിന്ന് വാട്ടർ ലെസ് ആയിട്ടുള്ള ചാരി റിവറിനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ലേക്ക് ചഡിനെ ഫീഡ് ചെയ്യുക. സോ ദാറ്റ് റിവൈവ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ വാട്ട് ദി ഡെവലപ്മെന്റ്സ് ആർ. 90% ഓൾറെഡി 1960s തൊട്ട് ഷ്രിങ്ക് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ദി കറന്റ് സിനാരിയോ ഇസ് ലൈക്ക് ഒരു ഡ്രൈയിങ് അപ്പ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആയിട്ട് തന്നെ അത് മാറുന്ന ഒരു രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു രസമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ചഡ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചഡിന്റെ നിയർ ബൈ കൺട്രീസ് എല്ലാം കൂടെ ഡിസൈഡ് ചെയ്തു, ഓക്കെ വി വിൽ അപ്ലൈ ഫോർ എ ഹെറിറ്റേജ് സ്റ്റാറ്റസ്, നമുക്ക് വേൾഡ് ഹെറിറ്റേജ് സ്റ്റാറ്റസിന് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ദി സബ്മിറ്റഡ് ആൻ ആപ്ലിക്കേഷൻ. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഇതിന്റെ വിസിനിറ്റിയിൽ എന്ത് കണ്ടുപിടിക്കുന്നത്? ഓയിൽ ആൻഡ് നാച്ചുറൽ മൈനിങ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുന്നത്. ഓയിലും മൈനിങ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് അവർ എന്ത് ചെയ്തു? ഈ ആപ്ലിക്കേഷൻ അങ്ങ് സസ്പെൻഡ് ചെയ്തു. സോ അതും ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ലേക്ക് ചഡിന്റെ കൺസർവേഷൻ എഫേർട്സ് എത്രത്തോളം നടക്കും എന്നുള്ളതും ഇനി കണ്ടറിഞ്ഞറിയാം. നമ്മൾ പറഞ്ഞില്ലേ കനാൽ, ഇന്ന് പറയുന്നതാണ് ട്രാൻസ് അക്വ എന്നാണ് എന്നെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു കനാൽ പ്രോഗ്രാമിന്. സോ ലേക്ക് ചഡ്. ദെൻ യു ഹാവ് ലേക്ക് വോൾട്ട. ലേക്ക് വോൾട്ട ഇസ് ദി ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് ഇൻ ദി വേൾഡ്. ഖാനയിലാണ് ലേക്ക് വോൾട്ട ഉള്ളത്. ലേക്ക് വോൾട്ട വാസ് ഇൻ ന്യൂസ് ബിക്കോസ് ഓഫ് ദി ചൈൽഡ് സ്ലേവറി കാരണമായിരുന്നു ലേക്ക് വോൾട്ട ന്യൂസിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവിടെ ചൈൽഡ് സ്ലേവറി? കാരണം ലേക്ക് വോൾട്ടയുടെ മാപ്പിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇറ്റ് ഈസ് നിയർ ബൈ ടു ഓഷ്യന് അല്ലെങ്കിൽ സീക്ക് വളരെ കോസ്റ്റൽ ലൈനിന് വളരെ അടുത്തായിട്ടുള്ളൊരു ലേക്കാണ് ലേക്ക് വോൾട്ട. ആൻഡ് ഇറ്റ് ഡ്രെയിൻസ് ഇൻ ടു ദി ഗൾഫ് ഓഫ് ഗിനിയ. അങ്ങോട്ടേക്ക് അവർ ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. സോ ഈ വോൾട്ടയിലെങ്കിലും ഭയങ്കര ഫിഷ്, നല്ല രീതിയിലുള്ള ഫിഷിംഗ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവിടുത്തെയുള്ള ഫിഷർമെൻസ് ദി സ്റ്റാർട്ടഡ് ഹയറിംഗ് ചൈൽഡ്, വളരെ ചെറിയ പിള്ളേരെയാണ് ഹയർ ചെയ്യുന്നത്. സോ ദാറ്റ് അവരുടെ ചെറിയ സ്മോൾ ഫിംഗേഴ്സ് വെച്ച് ദി ക്യാൻ മെൻറ്റ് ദി നെറ്റ്സ്. അതുകൊണ്ട് ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ റീസൺ കാരണം ചൈൽഡ് സ്ലേവറി
കാരണം എന്താണ്, ഘാന ന്യൂസിൽ വന്നു. ആൻഡ് ലേക്ക് വോൾട്ട വാസ് ഇൻ ഓൾസോ ന്യൂസ്. കാരണം പല റിപ്പോർട്ടിൽ പറയുന്നത് പല കൊച്ചു കുട്ടികൾക്കും നീന്തൽ പോലും അറിയില്ല. ആൻഡ് തൗസൻഡ്സ് ഹാവ് ലോസ്റ്റ് ദെയർ ലൈഫ്സ്. ഈ ലേക്ക് വോൾട്ടയില് ലൈഫ്സ് ലോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് ലോസ്റ്റ് ദെയർ ആംസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് റിപ്പോർട്ട്സ് ഇപ്പം വന്നിട്ടുണ്ട്. സോ ലേക്ക് വോൾട്ട വാസ് ഇൻ ന്യൂസ് ഫോർ ഓൾ ദി റോങ് റീസൺസ്. And they have also been sexually exploited. Okay. Then you have Lake Oguta in Nigeria. Lake Oguta'il എന്താണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഗ്യാസ് ആണ് കണ്ടത്. നാച്ചുറൽ ഗ്യാസിന്റെ റിസർവ് അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് ലേക്ക് ഒഗൂട്ട ഇസ് ഓൾറെഡി ഫേസിങ് ക്ലൈമറ്റ് ക്രൈസിസ് ഇൻ ദാറ്റ് ഏരിയ. അപ്പോൾ അതിന്റെ റീസ്റ്റോറേഷൻ പ്രോഗ്രാംസും എഫേർട്സും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാച്ചുറൽ ഗ്യാസ് റിസർവ് കണ്ടുപിടിച്ചത്. സോ അവിടെയും കൺസർവേഷൻ എഫേർട്ട്, ലൈക്ക് ചഡിനെ പോലെ കൺസർവേഷൻ എഫേർട്ട് എത്രത്തോളം നല്ല രീതിയിൽ പോകും എന്നത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അറിയാൻ പറ്റില്ല, ഇനിയേ അറിയാൻ പറ്റൂ. Then we have the Lake Faguban. ലേക്ക് ഫാഗുബാൻ പറയുകയാണെങ്കിൽ 1984 സിറ്റുവേഷൻ കാണാം. ഇവിടെയാണ് ലേക്ക് വരുന്നത്. ഒരു ചെറിയൊരു പൊട്ട് പോലെ കാണാം. 2001 കംപ്ലീറ്റ്ലി ഡ്രൈഡ് അപ്പ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് എത്തിയത്. ആൻഡ് ഇൻ 2020 ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ടേൺഡ് ഇൻ ടു എ ഡെസേർട്ട്. മാലിയിലാണ് ലേക്ക് ഫെഗുബാൻ വരുന്നത്. ആൻഡ് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ടേൺഡ് ഇൻ ടു എ ഡെസേർട്ട്. സോ ദിസ് പെർട്ടിക്കുലർ ലേക്ക് വാസ് ഇൻ ന്യൂസ്. സോ നമ്മൾ ആഫ്രിക്കയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേക്കും ഒരു റിവറും നോക്കിക്കഴിഞ്ഞു. ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. കുറേ അധികം ലേക്സും റിവേഴ്സും നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് outside of the scope of this particular discussion. Then we have Antarctica. So നമ്മൾ നെക്സ്റ്റ് പർട്ടിക്കുലർ കോണ്ടിനെന്റിലോട്ട് വരികയാണ്. ദി ലാസ്റ്റ് കോണ്ടിനെന്റ് വിച്ച് ഇസ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ അന്റാർട്ടിക്ക ഇസ് ഡിവൈഡഡ് ഇൻടു ടു. വെസ്റ്റ് അന്റാർട്ടിക്ക, ഈസ്റ്റ് അന്റാർട്ടിക്ക രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് വെഡ്രൽ സീ ഉണ്ട്. Then you have this Amundsen Sea here, Ross Sea ഉണ്ട്. ആൻഡ് ഷെൽഫ്സ് അറിഞ്ഞിരിക്കണം. റോൺ ഐസ് ഷെൽഫ് ആണ് ഫീഡ് ചെയ്യുന്നത് എന്തിനാ, ബെഡ്രൽ സീനെ ഫീഡ് ചെയ്യുന്നത്. പൈൻ ഐലൻഡ് ഗ്ലേഷ്യറും വൈറ്റ് ഐലൻഡ് ഗ്ലേഷ്യർസും ആണ് അമൻസൺ സീനെ ഫീഡ് ചെയ്യുന്നത്. ദെൻ റോസ് ഐസ് ഷെൽഫ് ഉണ്ട് വിച്ച് ഇസ് ഫീഡിങ് ദ റോസ് സീ. ഈസ്റ്റ് അന്റാർട്ടിക്കയിൽ വരികയാണെങ്കിൽ യു ഹാവ് ദിസ് അമരി ഐസ് ഷെൽഫ്. ലാംബർട്ട് ഗ്ലേഷ്യർ ആണ് എന്ത് ചെയ്യുന്നത്, അമരി ഐസ് ഷെൽഫിനെ ഫീഡ് ചെയ്യുന്നത്. ഓക്കെ. Antarctica is greening at dramatic rate as climate heats എന്നാണ് ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് പറയുന്നത്. എന്തുകൊണ്ട്? അതായത് നമുക്ക് എക്കോളജിക്കൽ സസെഷൻ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പം ഒരു റീജിയൻ കംപ്ലീറ്റ്ലി ഐസ് കവേർഡ് ആയിട്ടുള്ള റീജിയൻ ഐസ് പോയി മെൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്താണ്, ബെയർ റോക്ക് ലാൻഡ് സർഫസ് ആണ്. ഇറ്റ് കംസ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് സൺലൈറ്റ്. സോ എന്ത് പറ്റും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും, സോയിൽ ഫോം ചെയ്യും. സോയിൽ ഫോം ചെയ്യുമ്പോഴത്തേക്കും ആദ്യത്തെ കോളനൈസേഷൻ സ്റ്റാർട്ടിങ് വിച്ച് ഇസ് ഡൺ ബൈ വാട്ട്, ലിച്ചൻസും മൂസസും. This is what happening in Antarctica. So Antarctica is greening at dramatic rate as climate heats. Analysis of the satellite data find plant cover has increased more than 10-fold over the last few decades. Then you have important glaciers of Antarctica. Pates glaciers അല്ലെങ്കിൽ ഡൂംസ്ഡേ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയും. ഈ ഗ്ലേഷ്യേഴ്സിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ദിസ് വിൽ ഇൻക്രീസ് ദി വാട്ടർ ലെവൽ സൈസ് ബൈ അറൌണ്ട് 2 feet ഗ്ലോബലി. 2 അടി കൂട്ടും. എങ്ങനെ, ഇത് മെൽറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 അടി നമ്മുടെ വാട്ടർ ലെവൽ, സീ വാട്ടർ ലെവൽ ഗ്ലോബലി കൂട്ടും. Then you have this Pine Island glaciers, and Pine Island glacier is responsible for almost 13% of the Antarctic ice melt. Antarctic ice melt 13% മെൽറ്റ് ആകെ അന്തതിന് സീ ലെവൽ റൈസിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത് പൈൻ ഐലൻഡ് ഗ്ലേഷ്യർ ആണ്. Then you have the Lambert glacier. Lambert glacier ആണ് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഗ്ലേഷ്യർ. ആൻഡ് അത് ഈസ്റ്റ് അന്റാർട്ടിക്കയിലാണ് വരുന്നത്. അമരി ഐസ് ഷെൽഫിനെ ഫീഡ് ചെയ്യുന്നത് എന്താണ്, ഈ ഗ്ലേഷ്യർ ആണ്. ഗ്ലേഷ്യറും ഐസ് ഷെൽഫും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, ഗ്ലേഷ്യർ എന്ന് പറയുന്നത് ലാൻഡിലായിരിക്കും, ഐസ് ഷെൽഫ് ഫ്ലോട്ട് ചെയ്തിട്ടും കിടക്കുന്ന, ആൻഡ് ഇറ്റ് വിൽ ബി ഫെഡ് ബൈ എ ഗ്ലേഷ്യർ. അത് ഒരു ഗ്ലേഷ്യർ ആയിട്ടായിരിക്കും ഫെഡ് ചെയ്യുന്നത്. സോ ലാംബർട്ട് ഗ്ലേഷ്യർ ഫെഡ് ചെയ്യുന്നതാണ് ഇതിനെ, നമ്മുടെ അമരി ഐസ് ഷെൽഫിന്. Then you have Erebus glacier which comes in the Ross ice shelf. Totten glacier ഇത് വരുന്നത് ഈസ്റ്റ് അന്റാർട്ടിക്ക റീജിയനിലാണ് ടോട്ടൻ ഗ്ലേഷ്യർ വരുന്നത്. നിയർ ബൈ ദി ആമറി ഐസ് ഷെൽഫിന് അടുത്തായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ടോട്ടൻ ഗ്ലേഷ്യറിനെ കാണാൻ പറ്റും. Then you have the Denman glacier or the Shackleton ice shelf which is very important. Shackleton ice shelf ഇത് വേറൊന്നുമല്ല, it is the deepest ice canyon on the Antarctica. അന്റാർട്ടിക്കയിൽ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഐസ് കന്യോൺ ആണ് എന്ത്, ഡെൻമാൻ ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഷാക്കിൾട്ടൺ ഐസ് ഷെൽഫ്. ഷാക്കിൾട്ടൺ ഐസ് ഷെൽഫ് വരുന്നത് എവിടെയാണ്, ഈസ്റ്റ് അന്റാർട്ടിക്കയിൽ തന്നെയാണ് ഷാക്കിൾട്ടൺ ഐസ് ഷെൽഫും വരുന്നത്. സോ ദാറ്റ്സ് അന്റാർട്ടിക്ക ഫോർ യു. മെഡിറ്ററേനിയൻ സീനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്താണ് എന്താണ് മെഡിറ്ററേനിയൻ സീ എന്ന് പറഞ്ഞാൽ. അതൊരു ഇന്റർ കോണ്ടിനെന്റൽ സീ ആണ്. 22 കൺട്രീസിനും 3 കോണ്ടിനെന്റ്സിനെയും
15 മാർജിനൽ സീസും ഉള്ള ഒരു ഏരിയ ആണ് എന്ത് നമ്മുടെ മെഡിറ്ററേനിയൻ സീ. ഏതൊക്കെ മാർജിനൽ സീ? അയോണിയൻ സീ ഉണ്ട്, ഏഗൻ സീ ഉണ്ട്, അഡ്രിയാറ്റിക് സീ ഉണ്ട്, ഐബീരിയൻ സീ ഉണ്ട്. അങ്ങനെ ഒരുപാട് 15 മാർജിനൽ സീസ് കംപ്രൈസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് മെഡിറ്ററേനിയൻ സീ. 22 കൺട്രീസും 3 കോണ്ടിനെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് UPSCക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ UPSC. ഒരു ന്യൂമോണിക് കൊടുത്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ ലുക്ക് ഇൻ ടു ഇറ്റ്. മമാജി ഐസ് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് ബോർഡറിംഗ് കൺട്രീസ് ആണ് കൊടുത്തിരിക്കുന്നത്. യു ക്യാൻ സീ ദി സീ സിസ്റ്റം, മാർജിനൽ സീസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഹാവ് എ ലുക്ക് ഇൻ ടു ഇറ്റ്. ദെൻ ഐ ഓൾസോ ഗേവ് ഇമ്പോർട്ടൻറ്റ് സ്ട്രേറ്റ്സ് ഓഫ് ദി വേൾഡ്. അറിഞ്ഞിരിക്കേണ്ട സ്ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് മലാക്ക സ്ട്രേറ്റ് അറിഞ്ഞിരിക്കണം, സുണ്ട സ്ട്രേറ്റ് അറിഞ്ഞിരിക്കണം, പാർക്ക് സ്ട്രേറ്റ് അറിഞ്ഞിരിക്കണം, ഹോർമുസ്, സ്യൂസ്, ബാബൽ മണ്ടബ്, മുസാംബിക്, ഡ്രേക്ക് പാസേജ്, ഡേവിസ് സ്ട്രേറ്റ് അറിഞ്ഞിരിക്കണം, ഡെൻമാർക്ക് അറിഞ്ഞിരിക്കണം, ഗിബ്രാൾട്ടർ അറിഞ്ഞിരിക്കണം, പനാമ ആൻഡ് ദി പാസ് സ്ട്രേറ്റ്. ഇത്രയും സ്ട്രേറ്റ് എന്തായാലും അറിഞ്ഞിരിക്കണം. ബട്ട് ഗോ ത്രൂ ദിസ് ഇമേജ് ഓൾസോ. നെക്സ്റ്റ് ഇസ് ദി കരീബിയൻ കൺട്രീസ്. സോ കരീബിയൻ കൺട്രീസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഇസ് ദി സെക്കൻഡ് മോസ്റ്റ് ഡിസാസ്റ്റർ പ്രോൺ റീജിയൻ ഇൻ ദി വേൾഡ്. സെക്കൻഡ് മോസ്റ്റ് ഡിസാസ്റ്റർ പ്രോൺ റീജിയൻ. ഫസ്റ്റ് വരുന്ന ഏതാ? നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസും അതുപോലെ അതിന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ ഫസ്റ്റ് പ്രോൺ റീജിയൻ എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് പ്രോൺ റീജിയൻ ഇസ് കരീബിയൻ കൺട്രീസ്. ഈ കരീബിയൻ കൺട്രീസ് ഫേസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇസ് സീ ലെവൽ റൈസ് ആണ്. ഒന്ന് അവർ ഫേസ് ചെയ്യുന്നത്. രണ്ട് പറയുന്നത് സീ ലെവൽ റൈസോടൊപ്പം തന്നെ വാട്ടർ സ്കാസിറ്റി ആണ് അവർ ഫേസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, മൂന്നാമത്തെ പ്രശ്നം ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് വിച്ച് ഇസ് പൊല്യൂഷനും ബാക്കിയുള്ള വേസ്റ്റ് മാനേജ്മെന്റും ആണ് അവർ നേരിടുന്ന വേറൊരു പ്രശ്നം. സോ ഈ കരീബിയൻ കൺട്രീസിന്റെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇവരുടെ എക്കോണമി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ടൂറിസ്റ്റിനാണ് ഇവരുടെ എക്കോണമി ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഫ്രീക്വന്റ് ആയിട്ട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും വാട്ടർ സ്കാസിറ്റീസും ഒക്കെ കാരണം ടൂറിസ്റ്റ് ഔട്ട്ഫോൾസ് ഭയങ്കരമായിട്ട്, ഫുട്ഫോൾസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ അവരുടെ എക്കോണമി എന്ത് ചെയ്യാണ്? സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തൊക്കെയാണ്? ഗ്ലോബൽ ടെമ്പറേച്ചറും സീ ലെവൽ റൈസും, എക്സ്ട്രീം വെതർ, ഇറോഷൻ, ഫ്ലഡിങ്, സോൾട്ട് വാട്ടർ കണ്ടാമിനേഷൻ, ഇതെല്ലാം റീസൺസ് ആയിട്ട് പറയുന്നുണ്ട്. എന്തിനൊക്കെ വന്നു? Bahamas seek help to pay off debt brought by huge storms result of climate change. ബഹാമസിൽ 2 സൈക്ലോൺസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. 2014 അവരുടെ രണ്ടാമത്തെ സൈക്ലോണായ ഡ്യൂറിയൻ വന്ന് ഹിറ്റ് ആകുമ്പോഴത്തേക്കും ഇവർ ഭയങ്കരമായിട്ടുള്ളൊരു ഡെപ്റ്റ് സിറ്റുവേഷനിലോട്ട് വീഴുകയും ഏകദേശം $10 billion ഡെപ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ആസ്കിംഗ് ഫോർ ഹെൽപ്പ് ടു പേ ഓഫ് ദിസ് ഡെപ്റ്റ് വിച്ച് വാസ് പ്രൈമർലി കോസ്ഡ് ഡ്യൂ ടു വാട്ട്? ഡ്യൂ ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ബേസിക്കലി ക്ലൈമറ്റ് ചേഞ്ച് കാരണം, ടെമ്പറേച്ചർ റൈസ് കാരണം, സീ ലെവൽ റൈസ് കാരണവും നമ്മുടെ സീ ടെമ്പറേച്ചർ കൂടിയത് കാരണമാണ് അവിടെ ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പം ഹിറ്റ് ചെയ്യുന്ന ടൈഫൂൺസോ അല്ലെങ്കിൽ സൈക്ലോൺസോ ഹിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹാവ് പുഷ്ഡ് ദിസ് പെർട്ടിക്കുലർ ഓഫ് ദി കരീബിയൻ കൺട്രീസ് ഇൻ ടു വാട്ട്? ഡെപ്റ്റ്. Then St. Lucia government approves water related emergency. So ഇങ്ങനത്തെ കൺട്രീസ് ഒക്കെ വാട്ടർ റേഷനിങ് എന്നുള്ള കൺസെപ്റ്റിലോട്ട് പോകാൻ. ഫുഡ് റേഷനിങ് നമുക്കറിയാം, ബട്ട് ദീസ് കരീബിയൻ കൺട്രീസ് ആർ ഗോയിങ് ഫോർ വാട്ടർ റേഷനിങ്. Thirsty in paradise, water crises are a growing problem across the Caribbean islands. Caribbean countries are highly vulnerable to the impact of climate change, both in the form of sudden onset and also in the forms of slow onset of events. ഇത് രണ്ടും അവരെ ഒരുപോലെ ഹിറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ റീജിയൻ ആണ് എന്ത്? നമ്മുടെ കരീബിയൻ ഐലൻഡ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഏകദേശം ലാസ്റ്റ് പോർഷനിലോട്ട് എത്തുകയാണ്. ഹൗ ഈസ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ടിങ് ദ വേൾഡ് ഓഷ്യൻ? എങ്ങനെയൊക്കെയാണ്? ഐസ് മെൽറ്റ് വരുന്നുണ്ട്, സീ ലെവൽ റൈസ് വരുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, ഓഷ്യൻ അസിഡിഫിക്കേഷൻ നമുക്ക് പറയാം, പിന്നെന്താ മറൈൻ ഹീറ്റ് വേവ്സ് പറയാം. ഇതെല്ലാം എന്താണ്? നമ്മുടെ ഓഷ്യനിൽ മാറ്റിമറിക്കുന്നുണ്ട്. ഓഷ്യന്റെ ക്ലൈമാറ്റിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ മറൈൻ ഓർഗാനിസത്തിനുള്ള എൻവയോൺമെന്റ് കണ്ടീഷനെ മാറ്റുന്നുണ്ട്. സോ കോറൽ റീഫ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓസ്ട്രേലിയ എടുത്തപ്പം കോറൽ റീഫ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. സോ പറയുന്നത് എവറി ഫ്രാക്ഷൻ ഓഫ് എ ഡിഗ്രി മാറ്റേഴ്സ്. 1.5 ഡിഗ്രി ആണ് കൂടുന്നതെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 70 to 90% ഓഫ് ദി കോറൽ റീഫ്സ് ലോസ്റ്റ് ചെയ്യും. അതേസമയം 2 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? 99% ഓഫ് ദി കോറൽ റീഫ്സും ലോസ്റ്റ് ആകും എന്നാണ് ഫൈൻഡിങ്സ് പറഞ്ഞിരിക്കുന്നത്. സോ പാരീസ് അഗ്രിമെന്റ് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ടുഡേ ദി ഓഷ്യൻ അബ്സോർബ്. എന്താണ് ഓഷ്യന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓഷ്യൻ ഏകദേശം 90% വരുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ 25% വരുന്ന കാർബൺ ഡയോക്സൈഡും ഓഷ്യനാണ് അബ്സോർബ് ചെയ്യുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് 50% ഓഫ് ദി ഓക്സിജനും റിലീസ് ചെയ്യുന്നത് ആര് തന്നെയാണ്? ഓഷ്യനാണ്. സോ ഓഷ്യന്റെ റോൾ ഇതിൽ നിന്നാണ് മനസ്സിലാവും. ഓഷ്യൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് എന്നല്ല, ഫോർ ഓൾ ദി organisms that exist in earth. 50%, 25% and the 90%.
യുനെസ്കോയുടെ ഒരു ഫൈൻഡിങ് പറയുന്നത് 2100 ആകുമ്പോഴത്തേക്കും എന്ത് പറ്റും എന്ന് വെച്ചാൽ വേൾഡിന്റെ മോർ ദാൻ ഹാഫ് ഓഫ് ദി മറൈൻ പോപ്പുലേഷൻ വിൽ ബി എക്സ്റ്റെൻഡ് ഓർ വിൽ ബി അറ്റ് ദ ബ്രിങ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ എന്നാണ് 2100 ആകും എന്നാണ് യുനെസ്കോയുടെ ഒരു റിസർച്ച് പേപ്പർ പറയുന്നത്. ദെൻ ഒരു വേറെയും കാര്യം പറയുന്നുണ്ട്, 1.1 ഡിഗ്രി കൂടുകയാണ്, ഇപ്പോഴത്തെ ഡിഗ്രീനെ കാട്ടും 1.1 ഡിഗ്രി കൂടുകയാണെങ്കിൽ അറൌണ്ട് 60% ഓഫ് ദി മറൈൻ എക്കോസിസ്റ്റം ഡീഗ്രേഡ് ചെയ്തിരിക്കും അല്ലെങ്കിൽ അൺസസ്റ്റൈനബിൾ ആകും എന്നും നമ്മുടെ റിസർച്ച് ഫൈൻഡിങ്സിൽ പറയുന്നുണ്ട്. സോ ഓഷ്യന്റെ സീ ലെവൽ റൈസ് കുറച്ചേ പറ്റൂ. കാരണം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ നോക്കേണ്ടത് ഈ പെർട്ടിക്കുലർ ഏരിയ ആണ്. ദീസ് വി കോൾഡ് ആസ് ദി സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സ്, Micronesia, Polynesia, Melanesia, and you can see a particular line in here which is we call it as the andesite line. Andesite line എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇതൊരു ബോർഡർ ആണ്, ഇതൊരു ജിയോളജിക്കൽ ബോർഡർ ആണ് ബിറ്റ്വീൻ ദി ഓഷ്യാനിക് ക്രസ്റ്റ്. ഇതൊരു ഓഷ്യാനിക് ക്രസ്റ്റും ഇതൊരു കോണ്ടിനെന്റൽ ക്രസ്റ്റും ആണ്. ഈ ഓഷ്യാനിക് ക്രസ്റ്റിനെയും കോണ്ടിനെന്റൽ ക്രസ്റ്റിനെയും ഡിവൈഡ് ചെയ്യുന്ന ഒരു ബോർഡർ ആണ് എന്ത് ആൻഡസൈറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഈ ആൻഡസൈറ്റ് ലൈന് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് കേട്ട് കാണും നമ്മുടെ ഹുങ്കാട്ടോങ്ക വോൾക്കാനോ ഇറപ്റ്റ് ആവുന്നുണ്ട്. ഇത് ഇറപ്റ്റ് ആവുന്നത് നമ്മുടെ പസഫിക്കിലെ ഈ പ്ലേറ്റ് വാസ് സബ്ഡക്റ്റിംഗ് അണ്ടർ ദി ഓസ്ട്രേലിയൻ പ്ലേറ്റ്. അത് കാരണമാണ് അവിടെ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുന്നത്. സോ ഈ പെർട്ടിക്കുലർ ഏരിയ വാസ് ഓൾസോ ഇൻ ന്യൂസ് ബിക്കോസ് ഓഫ് ദി ക്ലൈമറ്റ് ചേഞ്ച് അസോസിയേറ്റഡ്. ക്ലൈമറ്റ് ചേഞ്ച് കാരണവും ഇത് ന്യൂസ് വന്നു. കാരണം ഈ പെർട്ടിക്കുലർ ഏരിയയിലുള്ള സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സ് എല്ലാം സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റീസെന്റ് ആയിട്ട് COP26 തുവാലുവിന്റെ പ്രസിഡന്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹി ഗേവ് എ സ്പീച്ച് ഇൻ നീപ് ഡി ഓഷ്യൻ. എന്തിനാണ് അത് ചെയ്തതെന്ന് വെച്ചാൽ സോ ദാറ്റ് പീപ്പിൾ ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ഹൗ മച്ച് ദി സീ ലെവൽ റൈസ് ഇസ് ഇമ്പാക്ടിംഗ് ദി സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സ് ലൈക്ക് തുവാലു. സോ നോക്കാം, explained why Tuvalu foreign minister gave COP26 speech neap D in the ocean. റൈസിങ് സീ ലെവലാണ് ഒരു റീസൺ ആയിട്ട് പറഞ്ഞത്. പണ്ട് ഇതൊക്കെ എന്തായിരുന്നു, ബിൽഡിങ്സ് ആയിരുന്നു, ഇപ്പൊ അതെല്ലാം കടൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പറയുന്നത് 2050 ആകും തോറും ഇവരുടെ ഓൾമോസ്റ്റ് ഏരിയാസും എന്താകും കടലിന്റെ അടിയിലാകും. 2100 ആകുമ്പോഴത്തേക്കും തുവാലു ബിക്കംസ് ആൻ അൺഹോസ്പിറ്റബിൾ ഏരിയ. അൺഹോസ്പിറ്റബിൾ ആയിട്ടുള്ള ഒരു റീജിയൻ ആയിട്ട് തുവാലു 2100 മാറും എന്നാണ് സയൻസ് റിസർച്ചേഴ്സ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. സോ അവരുടെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഗോൾസ് മീറ്റ് ചെയ്യുക എന്നുള്ളത്. Then the last one എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ വീഡിയോ ആണ് വിച്ച് ഐ എം നോട്ട് ഏബിൾ ടു പ്ലേ. ആക്ച്വലി ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ പ്ലേ ആവേണ്ടാണ്, ഇത് പ്ലേ ആകുന്നില്ല. എനിവേ, ടോങ്കോ വോൾക്കാനോ ഇറപ്ഷൻ ആണ്. ഇറ്റ് കോസ് അൺയൂഷ്വൽ വെദർ ഫോർ ദി റെസ്റ്റ് ഓഫ് ദി ഡിക്കേഡ്. ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി ലാർജസ്റ്റ് അണ്ടർ വാട്ടർ എക്സ്പ്ലോഷൻ എന്നാണ് നമ്മൾ ഹുങ്കാട്ടോങ്ക വോൾക്കാനോന്റെ ഇറപ്ഷൻ എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ സൾഫേറ്റ് എറോസോൾസ് ആണ് ഇവര് ഏറ്റവും കൂടുതൽ SO2 ആണ് ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യുന്നത്. പക്ഷെ ഇതിനെന്ത് പറ്റിയെന്ന് വെച്ചാൽ വാട്ടർ വേപ്പർ ആയിരുന്നു റിലീസ് ചെയ്യുന്നത്. കാരണം ഇത്രയും ഹീറ്റില് എക്സ്പോഷൻ നടന്നപ്പോഴത്തേക്കും വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ഇറ്റ് വാസ് ഷോട്ട് ഹൈ ഇൻ ടു ദി എർത്ത് ആൻഡ് ഇറ്റ് റീച്ച് ദി സ്ട്രാറ്റോസ്ഫിയർ. സോ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സ്ട്രാറ്റോസ്ഫിയറിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റീജിയൻ അല്ല സ്ട്രാറ്റോസ്ഫിയർ. ഭയങ്കര സ്ലോ ആയിട്ട് മാത്രം ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് ഓസോൺ ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഈ വാട്ടർ വേപ്പറിന് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, അതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് എന്നുള്ളത്. 2, ഇതിന് ഓസോണിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനും പറ്റും. സോ ഈ 2 കാരണങ്ങളും കൊണ്ട് നമ്മൾ എന്ത് പറയുന്നുണ്ട്, വാട്ടർ വേപ്പർ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ളത് സയൻസ് സ്റ്റഡീസ് നടത്തുന്നേ ഉള്ളൂ. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു എക്സ്പ്ലോഷൻ നമ്മൾ ഇതുവരെ മെഷർ ചെയ്തിട്ടില്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ വി ഡോണ്ട് ഹാവ് എനി ഡേറ്റ ഓൺ ഹൗ ദിസ് വിൽ ഇമ്പാക്ട്. സോ അതിന്റെ സ്റ്റഡീസ് അണ്ടർഗോയിങ് ആണ് ആൻഡ് വി ആർ എക്സ്പെക്ടിങ് ദാറ്റ് ഇറ്റ് വിൽ ഹാവ് എ ഡെവാസ്റ്റേറ്റിംഗ് എഫക്ട് ഓൺ ദി ക്ലൈമറ്റ് ചേഞ്ച് ഓൺ എർത്ത്. So that's Hungatonga volcano for you, and this explosion was equal to 5 nuclear bombs. So നമുക്കിനി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നമ്മൾ ഏകദേശം എല്ലാ സ്ലൈഡ്സും ഡിസ്കസ് ചെയ്തു ആൻഡ് വി വിൽ ബി ബാക്ക് ഇൻ ടു ദി ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ വി വിൽ ബി ഡിസ്കസിങ് ദി അതർ ക്വസ്റ്റ്യൻസ്. 2024 ചോദ്യമാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. The Red Sea receives very little precipitation in any forms. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് no water enter the Red Sea from the rivers. ഡയറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ബ്രിട്ടാനിക്കിൽ നിന്ന് എടുത്തതാണ്, എനിക്ക് വേറെ ഏതെങ്കിലും റിസർച്ച് പേപ്പറിൽ നിന്ന് എടുത്തതാണ്. ആൻസർക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല, ബട്ട് ഫോർ മീ ഐ തിങ്ക് 89 is C ആണെന്ന് തോന്നുന്നു. അതുപോലെ 88 ക്വസ്റ്റ്യൻ സംപ്റ്റ് പൈപ്പ് ലൈനെ കുറിച്ചാണ്. ഇറ്റ്സ് എ സ്ട്രാറ്റജിക് റൂട്ട് ഫോർ ദി പേർഷ്യൻ ഗൾഫ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഷിപ്മെന്റ് ടു യൂറോപ്പ്. ഇറ്റ് ഓൾസോ കണക്ട് റെഡ് സീ വിത്ത് ദി മെഡിറ്ററേനിയൻ സീ.
രണ്ടും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ബിക്കോസ് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് രണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം പേർഷ്യൻ ഗൾഫ് എവിടെയാണ് അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സീ എവിടെയാണ് എന്നൊക്കെ ഒരു അറിയാവുന്നുള്ള ഒരു ഐഡിയ ഉള്ള, മാപ്പിങ്ങിന്റെ ഒരു ഐഡിയ ഉള്ള ആൾക്ക് ഇത് രണ്ടും കൂടെ വായിക്കുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. സോ ദി ആൻസർ ഇസ് എ. ആൻസർക്ക് വന്നിട്ടില്ല, ബട്ട് ഐ തിങ്ക് ദി ആൻസർ വിൽ ബി എ. ദെൻ 2024 10ാമത്തെ ചോദ്യം, ബോസ്റ്റസ് പറയുന്നത് ഫോൾ മൗണ്ടൻ ആണോ എന്നാണ് പറഞ്ഞത്. അല്ല, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ യു നോ ദി ആൻസർ ഇസ് ബി. നോർത്ത് സീ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ആൻഡ് ദി ആൻസർ ഇസ് ബി. 2022 ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലേക്ക് ഓഫ് വെസ്റ്റ് ആഫ്രിക്ക ഹാസ് ബിക്കം ഡ്രൈ ആൻഡ് ഹാസ് ടേൺഡ് ഇൻ ടു എ ഡെസേർട്ട്? സോ ഇതിൽ നമ്മൾ നോക്കിയതാണ് 2020 നമ്മൾ ഫിഗർ വെച്ച് പഠിച്ചാണ്. ലേക്ക് വിക്ടോറിയയും ലേക്ക് ഒഗൂട്ടിയും ലേക്ക് വോൾട്ടയും ലേക്ക് ഫെഗ്യൂപാനും എല്ലാം നോക്കിയതാണ്. ആൻഡ് വി നോ ദാറ്റ് ദ ആൻസർ ഇസ് ബി, ലേക്ക് ഫെഗ്യൂപാൻ. ദെൻ സെൻകാക്കു ഐലൻഡ്, വി ഡിസ്കസ് സെൻകാക്കു ഐലൻഡ് ഓൾസോ. നമ്മൾ എന്താ പറഞ്ഞ, ഈസ്റ്റ് ചൈന സീയിൽ ചൈനയും ജപ്പാനും തമ്മിലുള്ള ഒരു മെറിടൈം ഡിസ്പ്യൂട്ടഡ് ഏരിയ ആണ് എന്ത്, സെൻകാക്കു ഐലൻഡ് എന്ന് പറഞ്ഞു. സോ 86ന്റെ ആൻസർ വിൽ ബി ബി. 2020 എവിടെയാണ് ഈ റിവർ ഡ്രെയിൻ ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. തേംസ് ഐറിഷ് സീ എന്നാണ് പറയുന്നത്. തേംസ് പോയിച്ചെന്നെത്തുന്നത് നോർത്ത് സീയിലാണ് കേട്ടോ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വോൾഗ കാസ്പിയൻ സീ നമ്മൾ പറഞ്ഞു വോൾഗയും യുറാലും ആണ് എന്ത് ചെയ്യുന്നത്, കാസ്പിയൻ സീയിലോട്ട് ഡ്രെയിൻ ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് എ മിക്സ് ഓഫ് ഫ്രഷ് വാട്ടർ ആൻഡ് സോൾട്ട് വാട്ടർ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ യു ക്യാൻ ടേക്ക് തേർഡ് വൺ ആസ് കറക്റ്റ്. തേർഡ് വൺ കറക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ യു ക്യാൻ ഹാവ് ടു ഓപ്ഷൻസ് ബി ആൻഡ് സി. സോ സംബേസി റിവർ ഇന്ത്യൻ ഓഷ്യനിലോട്ടാണ് എക്സിറ്റ് ചെയ്യുന്നത് കേട്ടോ. So the answer is C. 68 C ആണ് ആൻസർ. 2019 ഉത്തരം ബ്ലാക്ക് സീ ക്രൊയേഷ്യ അല്ല ക്രിമിയ ആണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഇൻ ടു ദി ആൻസർ ബി. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ഉത്തരം ഡിസ്കസ് ചെയ്തതാണ്. Then which of the following has or have shrunk immensely or dried up due to human activities? അരൽ സീ ഉണ്ടെന്ന് എന്തായാലും അറിയാം. ബ്ലാക്ക് സീ ഇല്ല. ബ്ലാക്ക് സീ യുക്രൈൻ റഷ്യ വാറിന്റെ റീസൺ ആയിരിക്കാം വന്നത്, അല്ലെങ്കിൽ ക്രിമിയനെ അനക്സ് ചെയ്തത് കൊണ്ടാകാം ബ്ലാക്ക് സീ കൊടുത്തിരിക്കുന്നത്. ലേക്ക് ബൈക്കൽ സൈബീരിയയിലുള്ള ഒരു ലേക്കാണ് ആൻഡ് അവിടെ എന്താണ് ഐസ് കവേർഡ് ആയിട്ടുള്ള റീജിയൻ മെൽറ്റ് ചെയ്തിട്ട് ഐസ് മെൽറ്റ് ആണ്, ഫ്ലഡിങ് നടക്കുന്ന ഒരു ഏരിയയിലാണ് ലേക്ക് ബൈക്കൽ. അത് കാരണമാണ് അത് ന്യൂസിൽ വന്നത്. സോ അരൽ സീ മാത്രമേ വരൂ. ഉത്തരം 13A ആയിരിക്കും ആൻസർ. 2017 മെഡിറ്ററേനിയൻ സീന്റെ ബോർഡറിങ് അല്ലാത്ത കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളതും 2050 മെഡിറ്ററേനിയൻ സീയിലോട്ട് ഓപ്പൺ ചെയ്യാത്ത ഏതാണെന്നുള്ളത്. സോ 77 ഉത്തരം ബി ആണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടെന്നാണല്ലോ അതിനർത്ഥം. അത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം എത്താന്നുള്ളേ ഉള്ളൂ, വിച്ച് ഈസ് ജോർദൻ ഇല്ല എന്നുള്ളത് അറിയായിരിക്കാം. സോ 1 വെട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് ബൂത്ത് ഓപ്ഷൻ. ഇതിന്റെ ഓപ്ഷൻ വെച്ച് യു ക്യാൻ നോ ദാറ്റ് ലെബനൻ, ഇസ്രയേൽ ആൻഡ് സിറിയ ഉണ്ട് എന്നുള്ളത്. സോ ലെബനനും സിറിയയും ഉണ്ടെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ 54 വിൽ ബി സി. സി ഫോർ യു. കാരണം പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ നോക്കിയിട്ട് പോകുന്ന ഒരു UPSC ആസ്പിറന്റിന് അറിയാൻ പറ്റും ഇതിന്റെ ഉത്തരം സി ആണെന്നുള്ളത്. 2015 2040 തുർക്കി ലൊക്കേറ്റ് ചെയ്യുന്നത് ബി ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇത് പറഞ്ഞായിരുന്നു. ആൻഡ് സോ 2014 തൊട്ട് 2024 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഓരോരോ സ്ലൈഡിലൂടെ കടന്നുപോയി ഓരോ സ്ലൈഡിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ സ്ലൈഡുകളിലുള്ള ഇമ്പോർട്ടൻറ്റ് റീജിയൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു, അതിനെ അനലൈസ് ചെയ്തു. ആൻഡ് നമ്മൾ തിരിച്ചു വന്ന് 2014 തൊട്ട് 2024 വരെയുള്ള ചോദ്യങ്ങൾ നോക്കി, ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തി. ആൻഡ് വി ആർ വൈൻഡിങ് അപ്പ് ദി സെഷൻ. കാരണം ഐ തിങ്ക് ഞാൻ എല്ലാ കോണ്ടിനെന്റ്സും എന്തുകൊണ്ട് അത് ന്യൂസിൽ വരുന്നു എന്നുള്ളത് പറഞ്ഞു, അതിന്റെ പൊളിറ്റിക്കൽ സിനാരിയോ വരെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. മേ ബി ഐ ഹാവ് മിസ്ഡ് സംതിങ്, പക്ഷേ ഐ തിങ്ക് ഐ ഹാവ് കവേർഡ് ഓൾമോസ്റ്റ് എവറിത്തിങ് വിച്ച് ഈസ് നീഡഡ് ഫോർ യു ആസ് എ UPSC, ആസ് എ സ്ട്രോങ് UPSC aspirant. So thank you.